നമുക്ക് ഏവർക്കും പരിചിതരായ രണ്ട് വ്യക്തികൾ ആണ് ഈ ടോക്ക് ഷോയിൽ പങ്കെടുക്കുന്നത്. ടോക്ക് ഷോയുടെ വിഷയം മലയാള സിനിമയിലെ പ്രേതങ്ങളുടെ തിരിച്ചുവരവ്. നിങ്ങൾ ഓരോരുത്തരും ഈയിടെ കണ്ട സിനിമകളെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമായിരിക്കും. ഇതിൽ പങ്കെടുക്കുന്ന സജീവൻ അന്തിക്കാട് സ്വതന്ത്ര ചിന്തകനും സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമാണ്. 2012 ഇറങ്ങിയ പ്രഭുവിൻ്റെ മക്കൾ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണ്. പിന്നീട് ടോൾ ഫ്രീ, ലാ ടോമാറ്റിന എന്നീ ചിത്രങ്ങൾ റിലീസ് ചെയ്തു. യുക്തിചിന്താ പ്രഭാഷകനും സംഘാടകനുമാണ് അദ്ദേഹം. അടുത്തത് VR രജനീഷ്. ഏവർക്കും സുപരിചിതനായ VR രജനീഷ് മലയാള മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ പ്രോഗ്രാം പ്രൊഡ്യൂസറും അവതാരകനും അഭിമുഖ കർത്താവുമാണ്. സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖ വ്യക്തികളെ അദ്ദേഹം അഭിമുഖം നടത്തിയിട്ടുണ്ട്. നിലവിൽ മൂവി വേൾഡ് മീഡിയയുടെ പ്രോഗ്രാം മേധാവിയായി പ്രവർത്തിക്കുന്നു. സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ അദ്ദേഹം സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. സജീവൻ അന്തിക്കാടിനെയും VR രജനീഷിനെയും ടോക്ക് ഷോയിൽ പങ്കെടുക്കുന്നതിനായി സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ പ്രേതങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് സജീവൻ്റെ പ്രഭുവിൻ്റെ മക്കൾ സിനിമ നമുക്ക് ടൊവിനോ സംഭാവന ചെയ്തു എന്ന് ഞങ്ങൾ എപ്പോഴും പറയും. ഞങ്ങൾ ഈ അടുത്ത് സംസാരിക്കുന്ന സമയത്തും ഈ PK പോലൊരു സിനിമയൊക്കെ മലയാളത്തിലേക്ക് വരേണ്ടതുണ്ട്. കുറച്ചുകൂടെ ഒരു ലൈറ്റർ വേർഷനിലൊരു സിനിമ വന്നാലാണ് കുറേ കൂടെ നമുക്ക് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ, അത് ജനങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ സിനിമ ശരിക്കും അത്തരത്തിലുള്ളൊരു മാർഗ്ഗമാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു സ്റ്റെപ്പിൻ്റെ ഭാഗമായിട്ടാണ് പ്രഭുവിൻ്റെ മക്കൾ ചെയ്തത്. സിനിമയോടുള്ള ആവേശമായിരുന്നോ അതേ സബ്ജക്റ്റിനോടുള്ള ആവേശമായിരുന്നോ? തീർച്ചയായിട്ടും സബ്ജക്റ്റാണ്. നമുക്ക് യുക്തിവാദമായിരുന്നു പ്രധാനം ആ കാലത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രൊപ്പഗൻഡ സിനിമ നിർമ്മിക്കുക. പ്രൊപ്പഗൻഡ സിനിമ നിർമ്മിക്കുന്നത് അത്ര തെറ്റൊന്നുമല്ല. പക്ഷേ എപ്പോഴും അത് പ്രൊപ്പഗൻഡ എന്നുള്ളതാണ്. അതാണ് പ്രശ്നം. ഇപ്പം നമ്മൾ 2012 സിനിമ. ഇപ്പം 13-14 വർഷം കഴിഞ്ഞല്ലോ. ഇപ്പം നമ്മൾ കാണുന്നത് ഈ ഹെഡിങ്ങാണ്. എന്താണോ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അതിങ്ങനെ എന്താ പറയുക, എല്ലാ ഇപ്പോൾ അണിയറയിൽ നിരവധി യക്ഷി, ചാത്തൻ സിനിമകൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് എന്നോട് ഒരാൾ പറഞ്ഞത്. പക്ഷെ അതിനകത്തൊരു ചെറിയൊരു ഇതല്ലേ, എന്താ വെച്ചാൽ ഇത് പഴയ രൂപത്തിലുള്ള യക്ഷി സത്യത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ലോക ഹിറ്റാവുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, പഴയ സിനിമയിലെ ആ പാട്ടില്ലേ, അതായത് നമ്മൾ ഇപ്പോൾ MS വിശ്വനാഥൻ സാറിൻ്റെ ഒക്കെ മ്യൂസിക്കിൽ ഫസ്റ്റിൽ വരുന്ന ഒരു തമിഴ് സിനിമയിൽ ആണ് എനിക്ക് തോന്നുന്നു വെള്ളസാരി എന്ന് പറയുന്നത്, ഒരു മന്നവനെ എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ട്. അതിനകത്താണ് വെള്ളസാരി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നമ്മൾ കളർ ഡ്രസ്സ് ഇട്ട് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അതൊരു മാറ്റമല്ലേ ശരിക്കും? അത് ഭയങ്കര മാറ്റമുണ്ട്. മറ്റേ ആദ്യം 80s ഞാനൊരു 70 എല്ലാം കണ്ട് ഒരു ലിസ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങണ്ടായിട്ടുണ്ട്. അതായിരിക്കാം എൻ്റെ തലമുറയിലുള്ള ആളുകൾ മുഴുവൻ പേടിച്ചിട്ടുള്ളത്. ഞാനൊക്കെ ഭയങ്കര വിശ്വാസിയായതിൻ്റെ ഒരു അടിസ്ഥാനം അതായിരുന്നു. അതിലൊരു ചില പാട്ടുകൾ തന്നെ ഉണ്ടല്ലോ, മ്യൂസിക്. ഇപ്പം മ്യൂസിക്കിൻ്റെ ഒരാളായതുകൊണ്ട് പറയാം, നിഴലായി എന്ന് പറഞ്ഞിട്ടൊരു നീട്ടലുണ്ട്. പിന്നെ ഒരു ചെറിയ പാദസരത്തിൻ്റെ ഒരു കിലുക്കുണ്ടായിരിക്കും. പിന്നെ ഈ പറഞ്ഞ വെള്ള സാരി ഭയങ്കരമായിട്ട് പേടിപ്പെടും. പിന്നെ ഈ നിഴലുകളുടെ ഒരു പ്രത്യേക ഒരു ആവിഷ്കാരം ഉണ്ടായിരിക്കും. നിഴലുകൾ മനുഷ്യരെ പേടിപ്പിക്കും. അതൊരു വലിയ അത് ശരിക്കും യൂസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ആദ്യം വന്ന ഭാർഗവി നിലയം എന്ന് പറഞ്ഞ സിനിമ, അതിലിത് കൃത്യമായിട്ടുണ്ട്. പക്ഷെ ലിസയിലെ യക്ഷിയല്ല, പ്രേതമല്ല, ഭാർഗവി നിലയത്തിലെ പ്രേതം കുറച്ചുകൂടി വളരെ സ്നേഹമുള്ളൊരു പ്രേതമാണ്. അത് ലവ് ഉണ്ട് അവർക്ക്. ഇല്ലെങ്കിലും ഈ യക്ഷി സോങ്ങുകൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് മെലഡിയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഈ ബിജുവേട്ടൻ എഴുതിയിട്ടുള്ളത് ഈ കൊതി തീരുവോളം ഇവിടെ തുടരുമെന്നുള്ളതാണ് വരി എന്ന് പറയുന്നത്. അപ്പോൾ കൊതി തീരുന്നത് വരെ ഇവിടെ തുടരാത്തതിൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ ആത്മാവ് മുകളിലേക്ക് പോകാത്തതെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് മലയാള സിനിമ വരുന്നത്. അത് ബിജുവേട്ടൻ വളരെ വ്യക്തമായിട്ട് എഴുതി തുടങ്ങുമ്പോഴാണ് എനിക്ക് തോന്നുന്നു അതിന് മുമ്പുള്ള പടങ്ങളിലൊക്കെ ഉപയോഗിച്ചതിനേക്കാളും നന്നായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം
ശ്യാം സാറിൻ്റെ മ്യൂസിക് ആയിരുന്നു ഈ മറ്റേ പാട്ട്, നമ്മുടെ പ്രധാനമായിട്ടുള്ള 3 യക്ഷി സോങ്ങിലൊന്നാണ്. പാട്ട് ഞാൻ ഓർമ്മ വരുമ്പോൾ പറയാം. ശ്യാം സാറ് എനിക്ക് തോന്നുന്നു MSV ആണ് ഇതിനൊരു നിശീധിനി എന്ന് പറയുന്ന MSVയുടെ പാട്ടുണ്ട്. ആ പാട്ടാണ് ലക്ഷണമൊത്തൊരു യക്ഷി സോങ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പം അതിനകത്ത് ഈ നീളത്തിൽ പറയുകയും പിന്നെ ഈ യക്ഷി സോങ്ങിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളായിട്ടുള്ള ഇടയ്ക്കുള്ള ചിരി, അത് നമ്മളെ നീളമുള്ള ചിരിയില്ലേ, ആ ചിരിയൊക്കെയാണ് ശരിക്കും ഇതൊരു യക്ഷിപ്പാട്ടാണ്. അല്ലെങ്കിൽ അതിൻ്റെ കോമൺ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു മെലഡി ആയിരിക്കും. അപ്പം അവിടെ ഈ മ്യൂസിക് ഡയറക്ടേഴ്സും ശരിക്ക് ഈ കോൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ യക്ഷികളെ പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ ക്രിയേറ്റേഴ്സ് യക്ഷികളെ എങ്ങനെയാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചതെന്നുള്ളതും കൂടെ പരിശോധിച്ച് പോകണം. എങ്കിലാണ് യക്ഷികളുടെ ഒരു ഗ്രിപ്പിംഗ് എവിടെ നിന്നായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇപ്പോൾ വന്ന കാര്യത്തിൽ ലോകയിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റർ വേർഷൻ ആയില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും യക്ഷികൾക്ക് പരിണാമം നമുക്ക് കാണാം, സിനിമയിൽ കാണാൻ കഴിയും. ചില ആദ്യകാലങ്ങളിലെ 60കളിലെ യക്ഷി എന്ന് പറയുന്നത് നമ്മളീ പറഞ്ഞ സ്നേഹിക്കാൻ കൊള്ളാവുന്ന, എന്നാൽ അവർക്കൊരു പ്രതികാരമുണ്ട്. അതാണ് അവർ ഭാർഗവി നിലയത്തിൽ നിർവഹിക്കുന്നത്. 68ലെ യക്ഷി എന്ന് പറയുമ്പോൾ അത് യക്ഷി തന്നെയുള്ളൊരു പടത്തിൽ, അതാണ് എനിക്ക് ഏറ്റവും സിനിമാറ്റിക്കായിട്ട് ആ കാലത്ത് ചെയ്തിട്ടുള്ള സിനിമ. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ നോവലാണത് ശരിക്ക് യക്ഷി. അതിൽ സത്യൻ ഈ യക്ഷികളെപ്പറ്റി ഗവേഷണം നടത്തുന്ന ആളാണ്. യക്ഷികളെ പറ്റി ഗവേഷണം നടത്താം, എന്നിട്ട് ആൾക്ക് ഉണ്ടാകുന്ന കുറേ സംഭവങ്ങൾ ആൾ ലാബിൽ വെച്ച് പുള്ളിയുടെ ഫേസ് മറ്റേ ആസിഡ് വീണ് പൊള്ളുകയും ഒരു വിരൂപനായി മാറുകയും ചെയ്യുന്ന ഒരു അങ്ങനെ ടച്ചിങ് ആയിട്ടുള്ള ഇതാണ്. 90s ഒരു 90 കൂടിയാണ്, ആകാശഗംഗയൊക്കെ വരുന്നതോടു കൂടിയാണ് യക്ഷിക്ക് രൂപഭാവങ്ങൾ മാറുന്നത്. പിന്നെ നമ്മൾ മണിച്ചിത്രത്താഴിലൊക്കെ എത്തുമ്പോൾ യക്ഷിയല്ലല്ലോ, പക്ഷെ എങ്കിലും ആ കോൺസെപ്റ്റ് വേറെ രീതിയിലേക്ക് പോകണം. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ, ഇത് ശരിക്ക് മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രശ്നമാണ് എന്നുള്ള രീതിയിലേക്ക് അതിനെ കൊണ്ടുവരാൻ ആ സിനിമയിൽ ശ്രമിക്കുന്നുണ്ട് ഇല്ലേ. പിന്നെ ഇപ്പോൾ വന്ന സിനിമകൾ ഭയങ്കര മാറ്റമാണ്, കോമഡിയാണ്. യക്ഷി എന്ന് പറഞ്ഞ കോമഡിയാണ്. ഭാരത യക്ഷിതൻ ഭാവശുദ്ധി ഇവർ കളഞ്ഞു എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളിപ്പോൾ ആളുകളോടൊക്കെ അല്ല അവർ കണ്ട പറയും, പഴയ ആളുകൾ പറയും ഇപ്പോഴത്തെ യക്ഷിയൊക്കെ എന്ത് യക്ഷിയാണ്, പണ്ടത്തെ യക്ഷിയാണ് യക്ഷി. ഉറപ്പല്ലേ? ഈ ഇപ്പോൾ സർവമായ പോലെയുള്ള സിനിമകളിലൊക്കെ യക്ഷി എത്തുന്നുണ്ട്. ഇപ്പോൾ രോമാഞ്ചത്തിൽ യക്ഷി ഉപയോഗിച്ചിരിക്കുന്ന മാതിരി അല്ല സർവമായയിൽ യക്ഷി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഈ രോമാഞ്ചം കുറച്ചുകൂടെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്ന ഒരു സംഗതിയാണ്. പക്ഷേ സർവമായയിൽ ചില സംസ്കൃത ശ്ലോകങ്ങളും ചില ഊട്ടിയുറപ്പിക്കലുകളും എവിടേക്കോ ഇതിനെ സിനിമയുടെ ഗ്രിപ്പിങ്ങിന് വേണ്ടിയിട്ട് അറിഞ്ഞോ അറിയാതോ ചെയ്യുന്ന ചില തെറ്റിദ്ധരിപ്പിക്കലുകളും ഒക്കെ, അതൊക്കെയാണ് കഥയുടെ ഒരു രസം എന്ന് പറയുന്നത്. എങ്കിലേ ആൾക്കാർ വിശ്വസിക്കുകയുള്ളൂ. കാരണം മണിച്ചിത്രത്താഴിൽ എന്തൊക്കെ തരത്തിലുള്ള പൊട്ടത്തരങ്ങളുണ്ടോ അതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോഴും മണിച്ചിത്രത്താഴിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് ലക്ഷണമൊത്തൊരു സിനിമയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാണ്. അപ്പം ഈ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ ലോകയൊക്കെ ശരിക്കും എങ്ങനെയാണ് വിമർശനാത്മകമായി സമീപിക്കുക, എങ്ങനെയാണ് ലോകയൊക്കെ ഇപ്പോൾ വൻ ഹിറ്റാണ് ആ സിനിമയൊക്കെ എങ്ങനെയാണ് സജീവൻ നോക്കിക്കണ്ടത്? ഈ ലോക ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ വന്ന ചേഞ്ചാണ് നമ്മൾ കാണുന്നത്, യക്ഷികൾക്കുള്ള ചേഞ്ച്. അതിൽ കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് കോമഡിയാണ്, ഹൊറർ കോമഡി എന്ന് പറയുന്ന ഒരു ജനറൽ തന്നെ പെടും. പക്ഷേ ഇതിൽ വേറൊന്നുണ്ട്, സൂപ്പർ ഹീറോ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഇതിൽ വന്നിട്ടുണ്ട്. ഒരു അതിമാനുഷ ശക്തി ആർജിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് മാറുന്നത്. ഇത് ടോവിനോൻ്റെ ഒരു പടം വന്നിട്ടുണ്ടായിരുന്നല്ലോ, ടോവിനോയ്ക്ക് അത്ഭുത ശേഷി കിട്ടുന്ന സിനിമ മിന്നൽ മുരളി. മിന്നൽ മുരളി. അതൊരു ലൈറ്റ്നിങ് എന്നൊക്കെ കൊണ്ടാണ് കിട്ടുന്നത്. പകരം ഇതിനെ നമ്മൾ ഫോക്ലോറായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ ഫോക്ലോറായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ കഥാപാത്രത്തിന് ശക്തി കൂടും. എവിടെ? മനുഷ്യൻ്റെ മനസ്സുകൾ, കാഴ്ചക്കാരുടെ മനസ്സിൽ കുറേയും കൂടിയും കാഴ്ചക്കാരുടെ മനസ്സിനെ ഉള്ളിലേക്ക് കടക്കാൻ ഈ ഫോക്ലോറുകൾക്ക് കഴിവുണ്ട്. ഇപ്പം ഈ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യകമാല മുഴുവൻ ഒരുപക്ഷെ സിനിമയായി വരാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതിൽ ഒരുപാടുണ്ടല്ലോ കഥകൾ. അപ്പം അതിൽ ഇപ്പം അടുത്തത് ചാത്തനാണ് വരാൻ പോകുന്നത്. ചാത്തൻ ഈ കല്യാങ്കാട്ട് കുറച്ചുകൂടെ പവർഫുൾ ആണല്ലേ ചാത്തൻ. ചാത്തൻ്റെ ഒരു ചെറിയൊരു അവതാരം ഈ ലോകയിൽ വന്ന് പോകുന്നുണ്ട്. ടോവിനോൻ്റെ കഥാപാത്രം വന്ന് പോകുന്നുണ്ട്. ഇനി ചാത്തനാണ് വരാൻ പോകുന്നത്.
അപ്പം ഇതിൽ ഈ ലോകമായാലും ഈ പടമായാലും ബേസിക്കലി ഇതിൽ ഇവർക്ക് തന്നെ എടുക്കുന്ന ആളുകൾ തന്നെ കൺഫ്യൂസ്ഡ് ആണ്. നമുക്ക് വെസ്റ്റേൺ കൺട്രീസിലെ ആളുകളുടെ പോലെ ഇതിനെ പുറത്തുനിന്ന് നോക്കി കാണാൻ നമുക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു 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 ഫീൽഡായിട്ട് സിനിമ ഈ ഒരു പ്രൊഡക്റ്റായിട്ട് കാണുകയും അത് കൂടുതൽ ആളുകളെ ഭയപ്പെടുത്താനുള്ള ഒരു ടൂളായിട്ട് ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുക അല്ല ഇവിടെ ചെയ്യുന്നത്. ഇവിടെ സ്വയം അവർക്കിതിൽ എന്താ പറയുക, അവർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ അങ്ങനെ തോന്നാൻ ഞാൻ അതിൻ്റെ ഈ കോമഡിയോടൊപ്പം തന്നെ ഈ സർവമായുള്ള ഒരു രംഗം ഞാൻ വേണമെങ്കിൽ പറയാം. ഞാനത് പറയാൻ മറക്കാതിരിക്കാൻ വേണ്ടി എഴുതി വെച്ചതാണ്. ഈ പ്രേതം വന്ന് ഈ പ്രഭേന്ദു എന്ന് പറഞ്ഞ കഥാപാത്രത്തിനോട് ചോദിക്കുന്നുണ്ട്. ഈ പ്രഭേന്ദു ആണ് ഈ ഇതിലെ യുക്തിവാദി. അപ്പം യുക്തിവാദിയോട് ഒന്ന് പ്രേതം ചോദിക്കുന്നത് എന്താ പ്രഭേ ഇങ്ങനെ ഒരു പ്രേതത്തെ അടുത്ത് കണ്ടിട്ട് എന്താ ദൈവത്തിൽ വിശ്വാസമില്ലാത്തത്? അപ്പോൾ പ്രേതം എന്തായാലും അശരീരിയാണ്. ഈ അശരീരിയെ വിശ്വസിക്കാമെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൂടാന്നുള്ളൊരു ചോദ്യമുണ്ട്, യുക്തിവാദിയോടുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ യുക്തിവാദി പാവം മറുപടി പറയണേ, ഉത്തരം നിന്റെ ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ, പ്രേതത്തെ കാണാൻ പറ്റാത്തത് കൊണ്ട്. അപ്പൊ പ്രേതം അടുത്ത ചോദ്യമാണ്. ഈ ലോകത്തിലുള്ള എല്ലാ യുക്തിവാദികളും ഉത്തരം മുട്ടിയുള്ളൊരു ചോദ്യമാണ്. അപ്പൊ ചോദ്യം എന്താണ്? പ്രഭയ്ക്ക് മ്യൂസിക് കാണാൻ പറ്റുമോ? പതിപോലെ നമുക്കറിയാം യുക്തിവാദി പെട്ടു അല്ലേ, ഇതിന് മറുപടി പറയാം. അപ്പോൾ പുള്ളി പറഞ്ഞു മ്യൂസിക് കേൾക്കാനേ പറ്റൂ. അതോടെ ഈ പ്രേതം വീണ്ടും ഉഷാറായി. അയാൾ പറയാണ് യുക്തിവാദിയുടെ ഉത്തരം മുട്ടിക്കുന്ന അടുത്ത ചോദ്യമായിട്ട് അടുത്തത് മ്യൂസിക് എങ്ങനെ ഉണ്ടാവുക? അപ്പോൾ യുക്തിവാദി പറഞ്ഞു ടാലൻറ്റും പ്രാക്ടീസുമാണ്. ആ ടാലൻ്റാണ് ദൈവം, പ്രാക്ടീസാണ് പ്രാർത്ഥന. യുക്തിവാദി പെട്ടല്ലോ, ആ പ്രേതം വിജയിച്ചു. അപ്പം ഇതിലെന്താ സംബന്ധിച്ചാൽ ഇതിലൊരു രസമുണ്ട്. അപ്പം തന്നെ ഈ യുക്തിവാദി കൺഫ്യൂഷനായിട്ടുള്ള മറുപടിയാണ് തകർന്നത്. അതാണ് ഈ ഹൊറർ കോമഡി എന്ന് നമ്മൾ പറയുന്നത്. ആള് ചോദിക്കുന്നത് ഇതിപ്പോൾ പിശാചാണല്ലോ ദൈവത്തിന് വേണ്ടി വാദിക്കുന്നത്. പോയിട്ടുണ്ടല്ലേ? അപ്പം അത്തരം സാധനങ്ങൾ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഫിലോസഫി നമുക്ക് അവസാനം കാണാൻ പറ്റും. അവസാനം കാണാൻ വെച്ചാൽ ഒരു ജ്ഞാനവൃദ്ധൻ, ഒരു ദാർശനികനെ പോലെ സംസാരിക്കുന്ന ജനാർദ്ദനൻ എന്ന് പറഞ്ഞ കഥാപാത്രം അവസാനം വന്നിട്ട് പറയാണ്, ഈ ആത്മാവിൻ്റെ ചില ഒരു മനുഷ്യന് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മുഴുവൻ സാധിച്ചാൽ മാത്രമേ ആ ആത്മാവ് ഇവിടെ നിന്ന് വിട്ടുപോകുള്ളൂ എന്നാണ്. ഇതാണ് സാധനം. ഈ ജനാർദ്ദൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ ഫസ്റ്റ് ഷോട്ട് ജനാർദ്ദനൻ ചേട്ടൻ്റെ എടുത്തേ പറ്റൂ എന്ന് പറയുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് ഷോട്ടിന് വേണ്ടിയിട്ട് മാത്രം പുള്ളിയെ കാസ്റ്റ് ചെയ്തിരുന്നൊരു കാലമുണ്ട്. അതായത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോട്ട് വരുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു സീൻ ചെയ്യണം. ആ സിനിമ, അത് നമ്മുടെ സിദ്ദിഖ് ലാലിൻ്റെ സിനിമ പോലും തുടങ്ങുന്നത് ജനാർദ്ദനൻ ചേട്ടൻ ഫസ്റ്റ് ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് സക്സസ് ആവുമെന്ന് വിശ്വസിച്ചിരുന്നൊരു കാലമുണ്ട്. അതായത് ശരിക്കും മലയാള സിനിമയിൽ ഇത്തരം ഒരു അന്ധവിശ്വാസത്തിൻ്റെ എലമെൻ്റ്, ഇപ്പോൾ പേര് മാറ്റുന്ന കാര്യത്തിൽ, ഇപ്പോൾ സിനിമയുടെ പൂജ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഈ എലമെൻറ്റ്സ് കംപ്ലീറ്റ് കിടപ്പില്ലേ? ആ എലമെൻറ്റ്സ് കുറച്ചുകൂടെ കമേഴ്സ്യലൈസ് ചെയ്ത് ഇപ്പോഴത്തെ ലോക പോലുള്ള സിനിമ വരുന്നത് നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും കുറച്ച് മാറ്റാണ്. മുമ്പ് ഇത് തന്നെയായിരുന്നു. ഇപ്പോഴും മലയാള സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് മുടിഞ്ഞ പൂജയാണ്. പൂജ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ കുറേ കാശ് ചിലവാക്കും. അത് പിന്നെ ഇപ്പം പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതൊരു സിനിമയുടെ ഒരു പരസ്യമാക്കി മാറ്റി, അതിൻ്റെ ലോഞ്ചിങ് എന്നുള്ള രീതിയിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ കാലത്ത് ക്യാമറ കൊണ്ടുവയ്ക്കുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ആളുകൾക്ക് അത് അവിടെ കുറേ പൂജ ചെയ്യാതെ ആദ്യത്തെ ഷോട്ട് എടുക്കില്ല. അതിൻ്റെ ഭാഗമാണ് ഇതിൽ ഉണ്ടായിരുന്നത്. എനിവേ ഈ യക്ഷിനെ നമ്മൾ കുറേ കൂടി കോമഡിയാക്കി മാറ്റിയിട്ടുണ്ട് എങ്കിൽ തന്നെയും ഇതിൻ്റെ യഥാർത്ഥ സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആത്മാവ് തന്നെയാണ്. ശരിക്കും VFXൻ്റെ ഉപയോഗം, അതായത് ടെക്നിക്കലായിട്ട് വരുന്ന സിനിമയിൽ വരുന്ന മാറ്റങ്ങൾ ഭയങ്കരമായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള VFXും വിഷ്വൽസും മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത്. ഭൂതകാലം സിനിമയിൽ ഞാൻ സാധാരണ യക്ഷിപ്പടം കണ്ട പേടിക്കാറില്ല കേട്ടോ. പക്ഷെ ഭൂതകാലം സിനിമയിൽ അതിന്റെ ബീജമൊക്കെ ഉണ്ടല്ലോ ചെയ്തയ്ക്കുന്നത് അസാധ്യ വർക്ക്. അത് ഈ ശബ്ദ സംവിധാനം ഭയങ്കരമാണ്. ഇപ്പോൾ ഈ ഇതൊക്കെ സെല്ലിംഗ് പോയിന്റാണ്. പക്ഷേ ഈ
നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റ് ഈ ആത്മാവാണ്. ആത്മാവിലുള്ള മനുഷ്യൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഈ ഇവിടെ ഇരിക്കുന്ന യുക്തിവാദികളിൽ പോലും ചിലപ്പോൾ ഉണ്ടാവാം, കുറച്ച് ബാക്കി നിൽക്കും. അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം നമുക്ക് നമ്മൾ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഈ ബലിയിടുന്ന ദിവസങ്ങളിലൊക്കെ ഉള്ള തിരക്കുകൾ, ബലിയിടാൻ പോകുന്നവർ പോവാത്തവർ വീട്ടിലിരുന്നായാലും ഉണ്ടായിരിക്കും. പണ്ട് നമ്മൾ വീട് വെപ്പൊക്കെ ഉണ്ടായിരുന്നു വീടുകളിൽ. ഇപ്പം എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അത്തരം രീതിയിലൊക്കെ മാറി. എങ്കിലും ഈ ആത്മാവ് എന്നുള്ള വിഷയത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഈ ഭയങ്കര ഒരു അതാണ് സെല്ലിംഗ് പോയിന്റ്. ഇപ്പം ഇതിലും ആയാലും ഏതിലായാലും അവിടെ വരുന്നത് ഈ ആത്മാവ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആത്മാവ് ദൈവത്തിന് മുമ്പ് ഉണ്ടായിട്ടുള്ള വിശ്വാസമായിരിക്കണം മിക്കതും ആത്മാവ്. ദൈവം ഉണ്ടാവുന്നതിന് മുമ്പ് ആത്മാവിലുള്ള വിശ്വാസം ഉണ്ടായിരിക്കും. നമുക്ക് ആന്ത്രോപോളജിക്കലായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ മനുഷ്യർ കുഴിച്ചിടുന്ന സാധനങ്ങളൊക്കെയുള്ള നമുക്ക് കിട്ടിയിട്ടുള്ളത്. അവിടെയൊക്കെ അവരുടെ മൊത്തം സെറ്റപ്പ് അടക്കമാണ് കുഴിച്ചിടുക. അവർ ഈ ജീവിതം തുടരും എന്നുള്ള ഒരു രീതിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തോന്നാൻ കാരണം നമ്മുടെ പഴയ കാലത്ത് ഏറ്റവും പ്രാചീനരായ മനുഷ്യരെ അഭിമുഖീകരിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ സ്വപ്നം തന്നെയായിരിക്കും. മരിച്ചുപോയ ആളുകൾ ജീവിച്ചിരിക്കുന്ന ആളുകളെ പോലെ തന്നെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുക. ഇത് വലിയൊരു പ്രശ്നമാണ്. ഇത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സംഭവിച്ചുള്ള കാര്യമാണ്. അതുതന്നെയാണ് ഈ ആത്മാവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം. ഈ ആത്മാവ് തന്നെയാണ് ഇപ്പോഴും സെല്ലിംഗ് പോയിന്റ്. ഇപ്പോഴും ആളുകൾക്ക് അതിൽ നല്ലോണം വിശ്വാസമുണ്ട്. ഈ ആത്മാവ് ഈ മനുഷ്യർക്ക് മാത്രമല്ല ഉള്ളത് കേട്ടോ. പഴയ കാലത്ത് ഭയങ്കര രസമല്ലേ, പ്രാചീനരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വൃക്ഷങ്ങൾക്ക് ആത്മാവുണ്ട്. ചില വൃക്ഷങ്ങൾ, ചില മൃഗങ്ങൾക്ക് ആത്മാവുണ്ട്. വിശുദ്ധ പശു, വിശുദ്ധ വൃക്ഷങ്ങൾ, എത്രയോ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ആത്മാവ് എന്ന് പറയുന്ന സംഭവം ഏറ്റവും ആദ്യത്തെ മതവിശ്വാസം എന്ന് പറയുന്നത് തന്നെ ഈ ആനിമിസം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അത് ലോകത്തെല്ലായിടത്തും ഉണ്ട്, ഇവിടെ മാത്രമല്ല. പിന്നീട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടാൽ നമുക്കറിയാം, പിന്നീടാണ് അത് കല്ലിലേക്ക് മാറുന്നത്. ഗോത്രത്തിന് വേണ്ടി ഒരുപാട് യുദ്ധം ചെയ്തതോ അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടതോ ഗോത്രത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിച്ച ആൾ മരിക്കുമ്പോൾ ആ മരിച്ചിടത്തൊരു കല്ലിടും, നാട്ടുകല്ല്, വീരക്കല്ല്. ഈ കല്ലിനെ വണങ്ങുന്നു. പിന്നെയാണത് മുത്തപ്പനെ വണങ്ങുന്നതാണ്, ചാത്തനാകുന്നത്. ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്താണ് വിഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. ബേസിക് ആത്മാവാണ്. ആത്മാവിലാണ് കളിയല്ലേ, ആത്മാവാണ് സെല്ലിംഗ് പോയിന്റ്. അതെ. ഈ അടുത്ത് ഇറങ്ങിയ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് സുഖമാണ് എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ജഗദീഷ് ചേട്ടൻ സംസാരിക്കുന്ന സമയത്ത് ജഗദീഷ് ചേട്ടൻ ഈ VR കൃഷ്ണയ്യർ സാറ് മരിച്ചുപോയ ഭാര്യയുമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞ ഒരു കമൻറ്റിനെ എടുത്ത് സംസാരിച്ചായിരുന്നു. അതായത് പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരുടെ അനുഭവങ്ങളാണ് അവർ പറയുന്നത്. അതിനെ തെറ്റാണോ ശരിയാണോ എന്നുള്ള അർത്ഥത്തിലല്ല, ജഡ്ജിയല്ല ചെയ്തത്. അങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അവർക്ക് ആ അനുഭവങ്ങളൊക്കെ അനുഭവങ്ങളായിട്ടാണ് തോന്നുന്നത്. നമ്മൾ വേറൊരു തരത്തിലായിരിക്കും അതിനെ അവരുടെ ഇതിനെ കാണുന്നത്. പക്ഷേ അവരുടെ അനുഭവങ്ങൾ അവർക്ക് അനുഭവങ്ങളായി തോന്നുന്നു എന്ന് പറയുന്ന എലമെൻ്റ് പറയുന്നുണ്ട്. ഇത് ഈ സിനിമയിൽ വരുന്ന കഥയുമായിട്ട് ബന്ധപ്പെടുന്ന അയാളുടെ നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പയ്യനുണ്ട്, അതിനകത്ത് അഭിനയിച്ച സന്ദീപിൻ്റെ ഒരു സക്സസ് ആയ സിനിമയാണ്. അതിനുശേഷം വീണ്ടും വരുന്നത് ഈ സുഖമാണ് വരുന്നതും ഇതേ സെയിം തീമാണ്. നെല്ലിക്കാംപൊയിലും ഈ പറയുന്ന ആത്മാവിൻ്റെ എലമെൻറ്റ്സ്, സുഖമാണിലും ഈ പറയുന്ന ആത്മാവിൻ്റെ ഹിറ്റായ രോമാഞ്ചം തന്നെയല്ലേ? അതെ. ശരിക്കും രോമാഞ്ചത്തിന്റെ ഇൻസ്പിറേഷൻ തന്നെ കൃഷ്ണൻ നായരാണ്, അല്ലെങ്കിൽ ഈ കൃഷ്ണയ്യരുടെ ആ സംഭവമാണ്. ഈ ഓജോ ബോർഡ് വെച്ചിട്ടുള്ള സംഭവങ്ങൾ. അദ്ദേഹം ഇതുപോലെയുള്ളൊരു സ്ഥലത്താണ് വൈഫായിട്ട് സംസാരിക്കാറുണ്ടെന്ന് പറയുണ്ടായിട്ടുള്ളത്. പലർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. അല്ല, യക്ഷി ഇതുപോലെ തന്നെയല്ലേ അനുഭവങ്ങൾ? എത്ര പേര് യക്ഷിനെ കണ്ടിട്ടുള്ളത് നമ്മുടെ കാലത്ത്? KSEB അല്ലേ ഇതിനെ തകർത്ത് കൊടുത്തത്? KSEB വരുന്നതിന് മുമ്പേ നമ്മുടെ നാട്ടിൽ മുഴുവൻ ഈ യക്ഷി അനുഭവമായിരുന്നു. എല്ലാ ഇരുട്ട് കട്ട പിടിച്ച സ്ഥലങ്ങളിൽ ഒരു ഓലപ്പട്ട കൂടി ഉണ്ടെങ്കിൽ റെഡിയാണ്, രാത്രി യക്ഷി ഉണ്ടായിരിക്കും. ഈ യക്ഷിയുടെ കഥ പറയുമ്പോൾ ഈ വൈദ്യുതി വന്നതിന് ശേഷം നമുക്ക് യക്ഷി കഥകൾ അധികം പരിചയമില്ല. പക്ഷേ വൈദ്യുതിക്ക് മുൻപുള്ള കാലഘട്ടത്തിൽ യക്ഷികൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നുണ്ട്. ഞാൻ ഈ സജീവനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് 1-2 യക്ഷികളുടെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്കൊരു പേഴ്സ്പെക്റ്റീവും കൂടെ കൊണ്ടുവരാനുള്ളത്, ഈ കള്ളിയങ്കാട്ടൻ നീലിയാണ്. ഇപ്പോൾ നമ്മൾ ലോകവരെ ഉപയോഗിച്ചിരിക്കുന്ന കള്ളിയങ്കാട്ട് നീലി എടുത്തിട്ടാണ് അതിനെ കുറച്ച് ബ്ലഡും അതിൻ്റെ പ്യൂരിറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ട്. അതിന് ആ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ, അതെ, കുടിക്കുന്ന ബ്ലഡ് നല്ല
രുചിയുള്ള ബ്ലഡ് ആവണം, നെഗറ്റീവ് ആകുമ്പോൾ കുറച്ച് ടേസ്റ്റ്. അതെ അതെ എന്ന് പറയുന്ന എലമെന്റ്സ് ഒക്കെ ആളുകൾ അത് കണ്ടുകൊണ്ടിരുന്നത് വളരെ ആധുനികമായ സമൂഹത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന യങ്സ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഈ പഴയ കഥയും പുതിയ കഥയായിട്ട് എനിക്ക് കൂട്ടിക്കെട്ടാനുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു സബ്ജക്റ്റിലൂടെ പോകാനുണ്ട്. അതായത് ഈ യക്ഷിക്കഥയിൽ നീലനും നീലിയും, പക്ഷെ നിങ്ങൾ നീലനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല കേട്ടോ. നീലനും പുനർജനിച്ചായിരുന്നു. അതായത് ഇവൾ നീലിയോട് ചെയ്ത ലക്ഷ്മിയോട്, നീലി എന്ന് പറയുന്ന ലക്ഷ്മിയായിരുന്നു, ലക്ഷ്മിയോട് ചെയ്ത ഈ പാതകത്തിനെതിരായിട്ട് ആ കഥ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അത് എനിക്ക് വേറെ 1-2 കഥ പറയാനുള്ളതുകൊണ്ട് ആ കഥ പറയുന്നില്ല. അപ്പോൾ നീലി കഥ നിങ്ങൾ വായിച്ചോളൂ. അപ്പോൾ നീലിയോട് ചെയ്ത പാതകത്തിനെതിരായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നീലനും പുനർജനിച്ചായിരുന്നു. പക്ഷേ ഈ അവർ രണ്ടുപേരും ഒരു വേപ്പുമരത്തിലാണ് പിന്നീട് അഭയം പ്രാപിച്ചത്. അവിടുത്തെ അമ്പലത്തിൻ്റെ പൂജയുമായിട്ട് ബന്ധപ്പെട്ട് ഈ വേപ്പുമരം എന്തോ കൊടിമരത്തിന് വേണ്ടിയിട്ടോ മറ്റോ മുറിക്കുന്ന സമയത്താണ് ആ മരത്തിൽ ആ സമയത്ത് നീലൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നീലൻ ചത്തുപോകുന്നത്. എന്ന് വെച്ചാൽ രണ്ടാമത് മരിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ രണ്ടാമത് അതായത് പുനർജനിച്ചതിന് ശേഷം ഈ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് പുനർജനിച്ചതിന് ശേഷം നീലൻ നീലിയും ആ വേപ്പിലാണ് വസിച്ചിരുന്നത്. പക്ഷേ ഈ അമ്പലത്തിന് ആവശ്യത്തിന് വേണ്ടി മരം മുറിക്കുന്ന സമയത്ത് ആ മരത്തിൽ അവർ മുറിക്കുന്ന സമയത്ത് നീലൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വേറൊരു സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ ഇത് പറയുന്നത്. ഈ പ്രതികാരം ചെയ്യാൻ പിന്നെ ഉത്തരവാദിത്വം ഈ നീലിക്ക് മാത്രമായിരുന്നു. നീലി പിന്നെ ഭയങ്കരമായിട്ട് നമ്മുടെ ഇടയിൽ സഞ്ചരിച്ച് ചീത്തപ്പേരുണ്ടാക്കി, ഇപ്പോഴും ചീത്തപ്പേരുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നീലി വളരെ മോശം ക്യാരക്ടറായിട്ട് ഇപ്പോൾ ലോകയിലേക്ക് എത്തുമ്പോൾ നീലി കുറച്ചുകൂടെ നമുക്ക് സ്വീകാര്യമായിട്ട് മാറുന്നുണ്ട്. അതെനിക്ക് പോസിറ്റീവാണ്. അതുകൊണ്ടാണ് ഞാനത് പോസിറ്റീവാണെന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ പെണ്ണുങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതായത് അതിനൊരു കഥ ഞാൻ പറയാം. അതുകൊണ്ടാണ് നീലി കഥ പറയാത്തത്. ഈ പെണ്ണരുശ് നാടെന്ന് പറയുന്ന നാട്ടിൽ പുരുഷാദേവി അമ്മ എന്ന് പറഞ്ഞിട്ട് പിൽക്കാലഘട്ടത്തിൽ യക്ഷിയായിട്ടുള്ളതാണ്, അമ്പലങ്ങളിൽ ഉള്ളതാണ് ഈ പുരുഷാദേവി അമ്മ. ഈ തമിഴ്നാട് ബോർഡേഴ്സിലാണ്. അതായത് ഈ കള്ളിയങ്കാട്ട് നീലിയും പഞ്ചവങ്കാട്ട് നീലിയും ഒക്കെ ശരിക്കും ഇതിൻ്റെ ഏരിയ തിരിക്കുകയാണെങ്കിൽ കേരളം, തമിഴ്നാട്, കർണാടക, അതായത് തെക്കൻ കേരളത്തിലാണ് കൂടുതലും ഈ യക്ഷികളുടെ. അങ്ങോട്ടൊക്കെ വേറെ കഥകളാണുള്ളത്. ഇങ്ങോട്ടാണ് നമ്മുടെ ഈ പറയുന്ന കള്ളിയങ്കാട്ട് നീലി, ഈ മാർത്താണ്ഡവർമ്മയിലെ പഞ്ചവങ്കാട്ട് നീലിയൊക്കെ വരുന്നത്. ഈ കള്ളിയങ്കാട്ട് നീലിയുടെ കുറച്ചുകൂടെ രൗദ്രഭാവമുള്ള വേർഷനാണ് മാർത്താണ്ഡവർമ്മയിലൂടെ പഞ്ചവങ്കാട്ട് നീലിയായിട്ട് നീലി. ഈ നീലിയെ പിന്നെ ഒരിക്കൽ കള്ളിക്കാട് രാമേന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യൻ നോവലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നീലിയെ. അപ്പോഴാണ് നമ്മൾ ടെലിവിഷനിലേക്ക് ഇതിൽ പറിച്ചു നടാനുള്ള സാധ്യതകൾ വന്നത്. പിന്നെ ഇത് വീണ്ടും പറിച്ചു നട്ട് പലതരത്തിൽ പല ആൾക്കാരുടെ കൂടെയും, നിങ്ങൾക്കറിയാം സീരിയലുകളുടെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ, അവരുടെയൊക്കെ കൂടെ ഈ നീലി അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ വന്നത് ഇതിനേക്കാളും കുറച്ചുകൂടെ ഒരു ഗൗരവമുള്ളൊരു സബ്ജക്റ്റ് കൂടെ യക്ഷി കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ പുരുഷാദേവി അമ്മ നയിച്ചിരുന്ന നാടാണ് ഈ പെണ്ണരശ് നാട്. ആ നാട്ടിൽ ഒരു നല്ല അമ്പലത്തിൽ കുറച്ചൊന്ന് ഫേമസായി. ഈ അമ്പലം ഫേമസായപ്പോൾ അടുത്തുള്ളൊരു മനുഷ്യന്, ഒരു രാജാവിന്, അത്യാവശ്യം സ്ട്രെങ്തനായിട്ടുള്ള രാജാവാണ്. ഇതൊരു ചെറിയ നാടാണ്, പക്ഷേ ഇവർ എങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോയതാണ്. സ്ത്രീയാണ് അവിടെ ഭരിച്ചിരുന്നത്. അപ്പോൾ ഇയാൾക്ക് ഈ അമ്പലത്തിൽ വരണം, സന്ദർശനത്തിന് വരണം, ദർശനത്തിന് വരണം. സന്ദർശനമല്ലല്ലോ, ദർശനമാണല്ലോ. അപ്പോൾ ദർശനത്തിന് വരണം. അപ്പോൾ ഇവർ പറഞ്ഞു, ഓക്കെ നിങ്ങൾ വന്നോളൂ, പക്ഷേ ഈ സൈനിക പരിപാടികളുമായിട്ട് ഇങ്ങോട്ട് പോരണ്ട, നിങ്ങൾ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ വന്ന് പൊക്കോളൂ എന്നുള്ള രീതി പറഞ്ഞു. പക്ഷെ പുള്ളി പറഞ്ഞു, എൻ്റെ സുരക്ഷ നോക്കണം, അതുകൊണ്ട് എനിക്ക് സൈന്യാധിപനുമായിട്ടൊക്കെ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഈ ചെറിയ നാട്ടിൽ ഇവരുടെ സുരക്ഷ നോക്കാതെ ഇവർ രാജാവിനെ അനുവദിച്ചതാണ്. പക്ഷേ ഇയാൾക്ക് ഭയങ്കര പ്രശ്നം, ഇത് തീർച്ചയായിട്ടും എല്ലാ പരിവാരങ്ങളുമായിട്ട് വരണം. അപ്പോൾ പറഞ്ഞു, ഇത് നടക്കുന്ന പരിപാടിയല്ല, ഞങ്ങളുടെ നാട്ടിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഫൈറ്റ് എന്നുള്ള രീതിയിലേക്ക് വന്നു. യുദ്ധമാവുന്ന സമയത്ത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ രാജ്ഞിയാണെങ്കിൽ രാജാവിൻ്റെ പത്നി രാജ്ഞി എന്നുള്ള അർത്ഥത്തിലല്ലോ കേട്ടോ, വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ഈ രാജാവ് എന്ന് വെച്ചാൽ അവിടുത്തെ രാജാവ് സത്യത്തിൽ പ്രഗ്നൻ്റ് ആയിരുന്നു. ആ ലേഡി പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് യുദ്ധം നടക്കുന്നത്. അപ്പോൾ യുദ്ധത്തിൻ്റെ ഒടുവിൽ ഈ തോൽക്കുന്ന ഘട്ടം എത്തുമ്പോഴത്തേക്ക് ഇവർ ഈ വയറ് കീറിയിട്ട് ഈ കുഞ്ഞിനെ എടുത്ത് അയാൾക്കെതിരെ എറിയുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി ഇയാൾക്ക് മനസ്സിലായി ഇവൾ പതിവ്രതയായ ഒരു സ്ത്രീയാണ്. കഥയിൽ ചോദ്യമില്ല, ഇവിടെ ഒരു കട്ടുണ്ട്. പക്ഷേ അയാൾ അങ്ങനെ മനസ്സിലാക്കുകയാണ്, ഇവരൊരു പതിവ്രതയായ സ്ത്രീയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവരുടെ പാതിവൃത്യം കണ്ടിട്ട് ഈ മനുഷ്യൻ അന്തം വിട്ടിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇയാളുടെ ഉടവാളെടുത്ത് കുത്തി നിർത്തിയിട്ട് ഇതിലേക്ക് കമിഴ്ന്ന് ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ പാതിവൃത്യം തെളിയിച്ച ഒരു പുരുഷാദേവിയമ്മയുടെ കഥയുണ്ട്. അതായത് നമ്മൾ ഈ സോക്കോൾഡ് യക്ഷികളല്ലാത്ത ഇശക്കാറിയമ്മ,
പിന്നെ മേലാങ്കോട്ടെ യക്ഷിയാണ് എനിക്ക് തോന്നുന്നു ഈ പഞ്ചമങ്കാട്ട് നീലിയുടെ വേർഷനാണോ നീലിയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ ഒരുപാട് തരത്തിലുള്ള യക്ഷികളുണ്ട്. പക്ഷേ ഈ യക്ഷികളുടെയൊക്കെ ഒരു പ്രധാന പ്രശ്നം, ഈ പുരുഷന്മാർ, ഈ നീലൻ നമ്മൾ വന്നിട്ടില്ല. ആകെ നമ്മൾ മലയാള സിനിമയിൽ ഗന്ധർവനെ കൊണ്ടുവന്ന ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരവസ്ഥയിലാണ് അവതരിപ്പിച്ചത്. ഈ യക്ഷികളെ മാത്രം എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മലയാള സിനിമയിൽ അവതരിപ്പിച്ചത്? എന്തുകൊണ്ടായിരിക്കാം ഈ സ്ത്രീകൾ മാത്രം ഇവർക്കുണ്ടായ കഷ്ടത്തിനെ മറികടക്കാൻ വേണ്ടി യക്ഷിയായി പുനർജനിക്കേണ്ട ഒരു ഉത്തരവാദിത്വം സ്ത്രീകളിൽ മാത്രം നിക്ഷിപ്തമായി ഈ കൂടെ സഹായിക്കാൻ പോലും തരിമ്പിന് ഒരുത്തനെ കിട്ടാത്ത എന്തുകൊണ്ടാണ്? എന്ന് പറഞ്ഞൊരു കഥാപാത്രം, ഒടിയൻ ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ട തമ്പ്രാന്മാരാലും മറ്റ് സവർണ ആളുകളാലും പീഡിപ്പിക്കപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു ഒടിയൻ. അപ്പോൾ ഒടിയനെ ആകെ ചെയ്യാൻ കഴിയുക, ഈ ജാതിയുടെ അയിത്തത്തിൻ്റെയും കാലത്ത് അയാൾക്ക് ചെയ്യാൻ കഴിയുക ഇരട്ടത്ത് പതിഞ്ഞിരുന്ന് പടയ്ക്കലാണ്. കമൻഡ് ഓപ്പറേഷൻസ്, രഹസ്യമായിട്ടുള്ള പരിപാടികൾ, അതാണ് ഒടിയൻ. ഇതേപോലെ തന്നെ സ്ത്രീകൾ, പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളായിരിക്കണം പിന്നീട് ഈ കഥകളിലൂടെ അവർക്ക് പ്രതികാരം നിർവഹിക്കാൻ കഴിയാതെ തന്നെ മരിച്ചുപോയ സ്ത്രീകളായിരിക്കണം. ഇപ്പം നമ്മൾ പൂതപ്പാട്ട് ഇടശ്ശേരിയെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കണം. അതിൽ ഈ പൂതത്തെ പറ്റി പറയുമ്പോൾ മണമേറുമന്തിയിൽ ബന്ധുഗൃഹം പൂകാൻ ഉഴറിക്കുതിക്കുമാൾക്കാരെ അകലേക്ക് വഴിതെറ്റിച്ച് പൂതം അവരോടും താമ്പൂലം വാങ്ങുന്നു പറഞ്ഞത്. ഈ ബന്ധുഗ്രഹം പോകാന്ന് പറയുന്നത് ഈ സംബന്ധത്തിന് പോകുന്നതാണ്. ഇതൊക്കെ ഈ മറ്റേ ഏതാ പറയുക, ഈ ഒരു പ്രത്യേക ജാതിയുടെ കാറ്റഗറിയിലുള്ള ഒരു ടീമുകളായിരിക്കും. അതുപോലെ തന്നെ നിശൂന്യത നടമാടും പാതിരതൻ മച്ചുകളിൽ നിരനിരയായി കത്തിക്കും മായാദീപം. ചെറുപ്പത്തിൽ കാണാപ്പാടം പഠിച്ചുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പം എന്താ പറഞ്ഞാൽ നിശൂന്യത നടമാടും പാതിരതൻ മച്ചുകളിൽ നിരനിരയായി കത്തിക്കും മായാദീപം എന്നൊക്കെ പറയുമ്പോൾ ആ കോൺസെപ്റ്റ് ഒന്ന് നോക്കുക. എന്താണ് നമ്മുടെ മനസ്സിൽ തന്നെ അപ്പം തന്നെ ഒരു രംഗം തെളിഞ്ഞു വരും. അപ്പം ഈ യക്ഷീനെ അവതരിപ്പിക്കുന്നത് വെച്ചാൽ അവള് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നേരവും നിലയും വിട്ട് ആ വഴി പോവും ചെറുബാല്യക്കാരെ അവൾ ആകർഷിച്ച് അതിചതുരം എന്നുള്ള വാക്കട ഉപയോഗിക്കുന്നത് 7 നില മാളികയായി തോന്നും കരിമ്പന മേലെ വരെ കയറ്റി മുകളിൽ വയ്ക്കും. പിന്നെ അവളെ തഴുകിയൊക്കെ ഉറക്കിയതിന് ശേഷം പിന്നെ പിറ്റേ ദിവസം കാണുക പറയൻ്റെ കുന്നിൻ്റെ അങ്ങേ ചെരുവിൽ ഇവൻ്റെ മറ്റേ എല്ലും മുടിയൊക്കെ കിടക്കുന്നതാണ് കാണാമെന്നാണ് പറയണത്. ഇതിലെന്താ വെച്ചാൽ നമുക്ക് ഇവർ പ്രതികാരം ചെയ്യുന്നതൊക്കെ ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള ആളുകളായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒടിയൻ്റെ കഥകളിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഒടിയൻ ഏതെങ്കിലും ഒരു ദളിതനെ കൊന്നതായിട്ട് യാതൊരു രേഖയില്ല. നമ്മുടെ കഥകളിൽ നമ്മൾ ചുഴിഞ്ഞു നോക്കുമ്പോൾ അത്തരം സാധനങ്ങൾ കാണാനുണ്ട്. അപ്പോൾ യക്ഷിക്ക് നീലിക്ക് പകരം നീലനല്ല, ആക്ച്വലി വേറെ ചില ആളുകളുണ്ട് എന്നുള്ളതാണ് എനിക്ക് അതിന് മറുപടിയായിട്ട് പറയാനുള്ളത്. അത് ഒടിയനാണ്. അല്ല, ഈ പുരാണത്തിൽ യക്ഷൻ്റെ സ്ത്രീ എന്നുള്ള അർത്ഥവും ഈ യക്ഷിക്കുണ്ട്. പക്ഷെ നമ്മുടെ യക്ഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ അതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യക്ഷിക്ക് ഓപ്പോസിറ്റ് ജെൻഡർ ഇല്ല എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഇല്ല. ആക്ച്വലി ഗന്ധർവൻ യക്ഷനില്ല. അതായത് യക്ഷി മാത്രമാണ്, യുണീക്ക് ഐഡന്റിറ്റി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കണേ. പക്ഷെ ഈ പണ്ട് ഉള്ള കഥകളിലൊക്കെ ഈ യക്ഷികളായി വരുന്നവർ, ഇപ്പം നീലിയും തന്നെ ഈ ഒരു രാജാവിൻ്റെ 2 മക്കളായിട്ട് പുനർജനിക്കുന്ന സമയത്ത് ഇവർ രാത്രി കാലങ്ങളിൽ ആടുകളെയും മാടുകളെയൊക്കെ അടിച്ചുകൊണ്ട് പോകുമായിരുന്നു, എന്ന് വെച്ചാൽ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു ദുസ്വഭാവം മലയാള സിനിമയിലേക്ക് വന്നപ്പോൾ പതിയെ ഉപേക്ഷിച്ചു. എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ നല്ലതല്ലേ, പ്രോഗ്രസീവ്നെസ്സിലേക്ക് ചാടുകയല്ലേ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇപ്പോൾ പഴയ സിനിമകളിലേക്കാളും കുറേ കൂടിയും ബെറ്ററായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ കാര്യത്തിൽ. കാരണം ഞാൻ ഇതുപോലെ പറയുന്ന കുറേ എന്താ പറയുക, യക്ഷിയോട് ചോദിക്കുന്നു, ഈ പ്രേതത്തോട് ചോദിക്കണം, പ്രേതമാണോ ഇപ്പോൾ ദൈവത്തെ ന്യായീകരിക്കാൻ വന്നിട്ടുള്ള ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള സാധനമായിട്ട് തന്നെയാണ് തോന്നുന്നത്. പണ്ടത്തെ ഇപ്പോൾ ഈ
പൂതപ്പാട്ട് പോലുള്ള എന്നൊക്കെ പറഞ്ഞ് കുട്ടികളുടെ ഉള്ളിലൊക്കെ ഏറ്റവും കൂടുതൽ കയറിയിട്ടുള്ളതാണ്. അവരുടെ മനസ്സിലൊക്കെ ഈ ഭൂതത്തെ പറ്റിയുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും. യക്ഷിയെ പോലെയുള്ള അതേ ക്യാരക്ടറാണ് അദ്ദേഹം അതിൽ വർണ്ണിക്കുന്നത്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ പൂതപ്പാട്ടിലെ യക്ഷി ഉണ്ടല്ലോ, ഈ പൂതം എന്ന് പറയുന്ന ആള് പീഡോഫിലാണ്. ആ കുട്ടിക്ക് 7 വയസ്സ് തികയുന്നുള്ളൂ, ആ കുട്ടീനെയാണല്ലോ മോഹിക്കുന്നത്. ഉണ്ണിക്ക് 7 വയസ്സ് തികഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു വരി തന്നെയുണ്ട്. അപ്പോൾ കുട്ടി പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ പറയൻ്റെ കുന്നിൻ്റെ ചെരുവിൽ ഒരു പുള്ളി ഒളിച്ചിരുന്നിട്ട് ഒരു 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 വാതിലും തുറന്നൊരു കിളിവാതിൽ തുറന്ന് ഈ കുട്ടീനെ കണ്ടിട്ട് ആകർഷിക്കപ്പെടുകയാണ് ഈ ഉണ്ണിയെ. എന്നിട്ട് ഇവളൊരു ഒരു 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 ചെറിയ പെൺകുട്ടിയായിട്ട് ഇതിൻ്റെ കൂടെ കൂടുകയാണ് ചെയ്തത്. എന്നിട്ട് അവളെ പിടിച്ച് ആ ചെക്കനവിടെ പിടിച്ചു വയ്ക്കുകയാണ് ചെയ്തത്. ഇന്നുണ്ടെങ്കിൽ ഭയങ്കര കേസല്ലേ, പോക്സോ കേസല്ലേ. ഈ കഥകൾ പുനർവായന നടത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ബ്ലഡ് ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് ബ്ലഡ് കിട്ടാനുള്ള വഴിയൊക്കെ ഒരു സ്മഗ്ലിംഗ് പോലെ നടത്തിയിട്ട് ഒരു യക്ഷി കൈകാര്യം ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഈ കഥയെ മാറ്റുമ്പോഴും ഈ കഥ ഭയങ്കര ഉദ്വേഗജനകമായ കഥയായിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്തിട്ടാണ് ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ രോമാഞ്ചം പോലെ അല്ല, ഈ ഞാൻ പറയുന്ന ലോക പോലുള്ള സിനിമകളിൽ അതൊക്കെ നമ്മളെ കളിയാക്കി നമ്മളെ പേടിപ്പിക്കുമ്പോഴും ഈ പേടിയുടെ എലമെന്റ് ഇപ്പോഴും നിലനിർത്താൻ കഴിയുന്നുണ്ട്. അത് പലതരത്തിലുള്ള ചേരുവകൾ വരുമ്പോഴായിരിക്കും പിന്നെ മ്യൂസിക്, വിഷ്വൽസ്, അതാണ് പ്രധാനമായിട്ട് അതിനെ സഹായിക്കുന്നത്. അല്ല, പക്ഷേ എങ്കിലും ഈ അത്രയും ബുദ്ധിയില്ലാത്ത രീതിയിൽ ചിലപ്പോൾ എടുത്തിട്ടുള്ള പല പടങ്ങളും നമ്മളെ വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ പേടിക്കാൻ പറ്റും. അതെ അതെ അതെ. അല്ല, നമ്മൾ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത് ഭയത്തിൻ്റെ സൃഷ്ടികളാണ്. ഭയത്തിലൂടെയാണല്ലോ നമ്മൾ എന്താ പറയുക അതിജീവിച്ചു വന്നത്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഭയത്തെ വളരെ ഈസി ആയിട്ട് ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും. ചെറിയ രീതിയിലായാലും ചെയ്യാൻ പറ്റും. പക്ഷേ 250 കോടിയൊക്കെ കിടക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. കാരണം 2-3 കോടിക്കൊക്കെ ഉള്ള വകുപ്പ് ഏത് സിനിമയ്ക്കും ഉണ്ടാവും. അല്ല, ചില എലമെന്റ്സ് ഇപ്പോൾ നമ്മൾ മ്യൂസിക് എന്ന് പറയുന്ന എലമെന്റ് യക്ഷികളെ സഹായിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ MSV ഒക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു ഗൈഡൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇപ്പോൾ ജാനകിയമ്മയുടെ വോയിസ് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ അത്തരമൊരു വോയിസിനെ ആ തരത്തിൽ ഉപയോഗിക്കാമെന്ന് അവർ കണ്ടുപിടിച്ചതാണ് ആ സിനിമകളെ സഹായിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ പിന്നീട് ഇപ്പോൾ ചിത്രചേച്ചി ആകാശഗംഗയിൽ പാടുമ്പോഴും നമ്മൾ വിശ്വസിച്ചത് എന്തോന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ആ ടെക്സ്റ്ററിനെ കോപ്പി ചെയ്തിട്ടാണ് അതുവരെയുള്ള പടങ്ങളിലെല്ലാം മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ടെക്സ്റ്റർ യക്ഷിയുടെ ടെക്സ്റ്ററാണെന്ന് നമ്മളങ്ങ് വെക്കുകയാണ്. ഇത് പുറത്തുള്ളവർക്ക് അറിയണമെന്നില്ല. അതായത് നമ്മളിപ്പോൾ ഇവിടെ പറയുന്ന വെള്ളസാരി ഇവിടെ ഉടുക്കുമ്പോൾ അവിടുത്തെ വാമ്പയർ ഇല്ലെങ്കിൽ ഡ്രാക്കുള കറുത്ത വേഷമാണ്. അപ്പം ജപ്പാനിൽ ഈ പറയുന്ന കറുത്ത പൂച്ച ശകുനമാണ്, ഇവിടെ ആണെങ്കിൽ കറുത്ത പൂച്ച ദുശകുനം. അപ്പം അത്തരത്തിലുള്ള എലമെന്റ്സ് നമ്മൾ കുറേശ്ശെ വളർത്തി കൊണ്ടുവന്നു. ഇതൊക്കെ കേൾക്കാത്ത ഒരാളോ ഈ സിനിമ കാണാത്ത ഒരാൾക്കോ ഇതെങ്ങനെയായിരിക്കും പുതിയൊരു സിനിമ ഫീൽ ചെയ്യണം? ഈ യക്ഷിയെ പറ്റിയും ഇത്തരം സംഭവത്തെ പറ്റി അറിയാത്ത ഒരാൾക്ക് ഒന്നും തോന്നാൻ സാധ്യതയില്ല. നമ്മുടെ ഉള്ളിൽ ഈ സാധനം കെടുക്കുന്നത് കൊണ്ടാണ് നമുക്കതിനെ ആകർഷിക്കാൻ കഴിയുന്നത്. ഈ കഥയാണെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടെന്നുള്ളതാണ് സത്യം. ഇപ്പം ഇത് കേൾക്കാത്ത, ഇതുപോലത്തെ കഥകൾ കേൾക്കാത്ത ഏതെങ്കിലും കുട്ടി വളരണ്ടേ, എവിടെയെങ്കിലും വളരണ്ടേ. നമുക്കിത് പരീക്ഷിക്കണമെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ കിട്ടിയാലല്ലേ പരീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇത് ലോകത്ത് മൊത്തം ഉണ്ട്. ഇവർ കഴിഞ്ഞ വർഷം ഇറങ്ങിയ, ലോകയ്ക്ക് മുമ്പ് 5-6 മാസം മുമ്പ് ഇറങ്ങിയ പുതിയ ഡ്രാക്കുള ഞാൻ കണ്ടതാണ്. ഈ ഡ്രാക്കുളയിൽ ഇതേപോലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മറ്റേ ഇത് കുടിക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് ഒരു ബ്ലഡ് എടുത്ത് കുടിക്കുന്നുണ്ട്. അതുതന്നെയല്ലേ നമ്മൾ ഈ സിനിമയിലും കാണുന്നത്. എപ്പോഴും നമുക്കൊരാളെ കിട്ടില്ലേ. ഇപ്പോൾ എല്ലാവരും കുടിക്കാനും പറ്റില്ല. കാരണം ഇവർ നന്മയുള്ള യക്ഷികളാണ്. ഇവർ ദുഷ്ടന്മാരുടെ രക്തം മാത്രമേ കുടിക്കുന്നുള്ളൂ. മനസ്സിലായില്ലേ? അവര് പയ്യന്മാരെയൊക്കെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ലോജിക്കൽ മിസ്റ്റേക്ക് എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കാത്ത? ഇപ്പോൾ സർവമായ യക്ഷി ഫോൺ എടുത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അയാൾക്ക് നല്ല ചുരിദാറൊക്കെ ഇടാൻ പറ്റും, ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റും. ഈ ആത്മാവ് അരൂപിയായിട്ടുള്ള ഒരു അവസ്ഥയാണെന്നൊക്കെയാണ് എല്ലാവരും പറയുക. കാറ്റുണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതെ, ആത്മാവ് ആണ് അത്. അതുപോലെ തൊടാൻ പറ്റില്ലല്ലോ അയാൾ. അപ്പൊ ഈ ഫോൺ എടുക്കാൻ എങ്ങനെയാണ് ലോജിക്കലി കഴിയുക? ആരോടാ ചോദിക്കുന്നത്? അതിനേക്കാളും വലിയ സംശയം
എന്തൊരു കോമഡിയാണല്ലേ. അതായത് ആ കോമഡി നമ്മൾ കണ്ടുകൊണ്ടിരുന്നിട്ട്, ഞാൻ ആ സിനിമ ആസ്വദിച്ച സിനിമയാണ് കേട്ടോ. ഇതിനൊന്നും പുറത്ത് നിൽക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് യക്ഷിയും പക്ഷിയൊന്നും വെച്ചിട്ടൊന്നും എന്നെ പേടിപ്പിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഭയങ്കര രസമായിട്ട് കഥ പറയുമ്പോൾ നമ്മളത് കണ്ടുകൊണ്ടിരിക്കും. ഇവരെന്താണ് ഈ കഥ പറയുന്നത്. പക്ഷേ ഈ ആദ്യത്തെ കാഴ്ചയിലെ ലോജിക്കൽ മിസ്റ്റേക്സ് ഒന്നും നമ്മൾ അല്ല, അത് എടുക്കാൻ പറ്റില്ല. പക്ഷെ അത് അവര് അതിന് വേണ്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റിൽ ഒന്നും പറയാതെ വിട്ട് കളഞ്ഞു. അതിന് സാധാരണ ചെയ്യാറ് വേറൊരാളുടെ ശരീരത്തിൽ കയറുകയാണ് ചെയ്യുക. അതെ അതെ അതെ. അഖിലിന്റെ അച്ഛന്റെ പേര് സത്യനന്ദികടൻ എന്നാണ്, അറിയാലോ, സർവമായ സത്യേട്ടൻ. ഒരു 26-30 കൊല്ലം മുമ്പ് പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ എന്ന് പറഞ്ഞൊരു സിനിമ പിടിച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. അതില് അദ്ദേഹം കളിയാക്കിയിട്ടുള്ളത് 2 കാര്യങ്ങൾ. അദ്ദേഹം ഒരു ദൈവവിശ്വാസിയാണ്. പക്ഷേ എങ്കിലും അക്കാലത്ത് ദൈവവിശ്വാസികൾ തന്നെ വളരെ ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന കാര്യമാണ്. ദൈവത്തിന്റെ കാര്യത്തിൽ മാത്രം ലോജിക്കൽ മാറ്റി വയ്ക്കുന്നത് മാത്രം. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പൊ അന്ന് നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ പറയാലോ, കാലന് തെറ്റി കൊണ്ടുപോയതാന്ന് പറയും. പലരും കണ്ടിട്ടുണ്ടല്ലോ കാലൻ. അന്നൊക്കെ ഒരുപാട് പേരുണ്ട് ഈ കാലന്റെ കണക്ക് പുസ്തകം നോക്കിയിട്ട് ഈ വരുന്ന ആള് ചിലപ്പോൾ ആള് മാറിക്കൊണ്ടുപോകും. അപ്പൊ ഒരു ചെറുപ്പക്കാരനായിരുന്നു റഹ്മാനെ അറിയാണ്ട് കൊണ്ടുപോയി. ഇത് അവിടെ എത്തുന്നതിൻ്റെ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഇവിടെ ശവസംസ്കാരം കഴിയുകയും ചെയ്തു. ആകെ ടെൻഷനായി. അവിടെ ചെന്നിട്ട് യമരാജൻ ചോദിച്ചപ്പോൾ നോക്കിയപ്പോൾ കണക്കിലെ ഇയാളല്ലല്ലോ, അത് അപ്പുറത്തെ ആളാണല്ലോ, ഇപ്പം എന്ത് ചെയ്യും? അപ്പോൾ പപ്പനോട് പറഞ്ഞു, ചെറിയൊരു മിസ്റ്റേക്ക് വരികയാണ്, അപ്പോൾ നീ വീട്ടിൽ പോക്കോ. ഞാൻ അവിടെ ചെന്നപ്പോൾ ബോഡി പോകണമല്ല. അപ്പോൾ അവസാനം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, മരിക്കുന്ന ആളുകളുടെ ശരീരത്തിലോട്ട് കയറിക്കൊള്ളൂ, അങ്ങനെ നിന്റെ ജീവിതം അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ടോ ഓരോരുത്തരും മരിക്കുമ്പോൾ അതിലേക്ക് ഇങ്ങോട്ട് കയറണം. അപ്പോൾ ഉണ്ടാവുന്ന ഒരു കോമഡി അത് കയറിയിട്ട് നോക്കി സിദ്ദിഖ് ലാല കണ്ടാണ് അത് അത്തരം രീതിയിലാണ് നമ്മുടെ സിനിമകൾ ആയിരുന്നെങ്കിൽ അതെ 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 അതെ. ഇത് ലോജിക്കൽ മിസ്റ്റേക്ക് ഈ സിനിമയിൽ കണ്ടുപിടിക്കുമ്പോൾ ഈ ലോജിക്കില്ലാത്തൊരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കുന്നുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ഈ ഇവരുടെ ഒരു ലൈംഗിക സ്വഭാവത്തിൽ, അതായത് ഈ യക്ഷികൾ ആദ്യഘട്ടത്തിലൊക്കെ ഈ സോഷ്യൽ കോസിന് വേണ്ടിയിട്ടൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് യക്ഷികളാകേണ്ടി വന്ന ആൾക്കാരുണ്ട്. പക്ഷെ പിൽക്കാലഘട്ടത്തിൽ വന്നപ്പോൾ വളരെ പേഴ്സണലായിട്ടുള്ള ഒരു ലവ് ഫെയിലിയറൊക്കെയാണ് മിക്കവാറും, ഇല്ലെങ്കിൽ ഒരു റേപ്പ് വിക്ടിം, അല്ലാതെ പി എസ് സി പരീക്ഷയ്ക്ക് ഭയങ്കരമായിട്ട് കഠിനമായിട്ട് അധ്വാനിച്ച് അവസാനം ആറ്റുനോറ്റിരുന്ന ഈ അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടുമ്പോൾ റോഡ് ക്രോസ് ചെയ്ത ഒരാളും ഇന്നെ രക്ഷയായിട്ട് എനിക്കറിയില്ല. ഇത് അല്ല, ഈ പടം ശരിക്കും പറഞ്ഞ ഒരു പ്രൊപ്പഗൻഡയാണെന്ന് ഞാൻ പറയാം. ഈ സഫമായ അങ്ങനെ പറയുമ്പോൾ എന്താണ് പ്രൊപ്പഗൻഡ? അത് RTO വകുപ്പ് പറയുന്നതാണ്. വെച്ചാൽ നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് റോഡ് ക്രോസ് ചെയ്യല്ല, വാതിൽ ഇങ്ങനെ ഡോറ് തുറക്കുമ്പോൾ, റൈറ്റ് സൈഡിൽ ഡോറ് തുറക്കുമ്പോൾ ചുറ്റുപാടും ശ്രദ്ധിക്കണമെന്നാണ് ഈ സിനിമ പറയുന്നത്. അതെ, അതാണ് അതിന്റെ സന്ദേശമുള്ള സിനിമയും കൂടെയാണ് അതെന്നുള്ളത് അല്ലേ? അപ്പൊ എനിക്ക് ഇവിടെ RTOക്കാർ ഇതിന് സ്പെഷ്യൽ പൈസ കൊടുക്കണം. ഭയങ്കര ഒരു സന്ദേശമല്ലേ? അതെ, തീർച്ചയായും. ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു. 150 കോടി കളക്ട് ചെയ്ത സിനിമയാണ്. എനിക്ക് മറ്റൊരു കാര്യത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ആ ചോദ്യം ഞാൻ ഉന്നയിച്ചത്. അതായത് ഇവരുടെ ഒരു സൗന്ദര്യം, രൂപലാവണ്യം, അതായത് ഈ പന പോലെ വളരും എന്നൊക്കെ പറയുന്ന കാര്യം പണ്ടത്തെ യക്ഷികൾക്കായിരുന്നു ശരിക്കും ആയിരുന്നത്. ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ എലമെന്റ്സ്. പക്ഷെ അവരുടെ സൗന്ദര്യം വിരൂപമാവുന്നില്ല. അതായത് ഗുഹ പോലെയുള്ള വാതുറന്നു എന്നൊക്കെയാണ് യക്ഷിയെ കുറിച്ചുള്ള ഈ പഞ്ചവങ്കാട്ട് നീലിയിലൊക്കെ ഉള്ള മാറുകയാണ്. ആദ്യം അവരെ കാണുമ്പോൾ ഭയങ്കര സുന്ദരിയാണ്, പിന്നെ അവര് ഭീകര രൂപിയായിട്ട് മാറുക. പക്ഷെ മലയാള സിനിമയിൽ വന്നപ്പോൾ ഇവരൊന്നും അങ്ങനെ ഒരു ഭീകര സത്വങ്ങളായിട്ട് മാറിയിട്ടില്ല. വളരെ സോഫ്റ്റായിട്ട് തന്നെ ഈ നമ്മൾ സോക്കോൾഡ് സൗന്ദര്യം എന്നുദ്ദേശിക്കുന്ന രൂപലാവണ്യത്തിൽ തന്നെയാണ് ഇവർ വരുന്നത്. ശ്രീകൃഷ്ണ പരുന്തിൽ മാത്രമാണ് അതിലൊരു അപവാദം ഉള്ളത്. അതിൽ കുറച്ച് ഒരു വൃത്തിയില്ലാത്ത കുറച്ച് യക്ഷികളൊക്കെ കാണിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ശരീരമൊക്കെ എന്താ പറയുക, ഒരു ചുവല്ലാത്ത രീതിയിൽ, ഒരു സിനിമാറ്റിക് അല്ലാത്ത കുറേ സ്ത്രീ രൂപങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. ബാക്കിയെല്ലാം അതിലും താങ്കൾ പറഞ്ഞ പോലത്തുള്ള വളരെ നല്ല ലാവണ്യവതികളായ സുന്ദരികളായ സ്ത്രീകളാണ്. അത് ഈ റൈറ്റേഴ്സ് എല്ലാം പുരുഷന്മാരായതുകൊണ്ടാണോ ഇങ്ങനെ? ഉറപ്പായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ. അവർക്ക് എന്തിലും ഇതന്നെ അവരെ സുന്ദരികളാക്കണമെന്ന് അവർക്ക് ഭയങ്കര നിർബന്ധമാണ്. നമ്മൾ പറഞ്ഞ ഒരു ഇതിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സിനിമകൾ ഇപ്പോൾ കുറേ കൂടി ഇതിനൊക്കെ ഒരു തമാശ രൂപത്തിൽ കാണാനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ 20-25 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക, ആ കോമഡി അല്ല ഇപ്പം കാണുന്നത്. ഇപ്പം അവർ തന്നെ അതിനെ വിശ്വസിക്കുക എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായില്ലേ. ഈ പ്രിയദർശൻ സിനിമ നമുക്കറിയാം, പ്രിയദർശൻ ഒരു വിശ്വാസിയാണ്, സത്യനന്ദിക്കാരൻ്റെ പോലെ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ തേങ്ങ ഉടയ്ക്കുന്ന രംഗം
എത്ര മനോഹരമായിട്ടാണ് ഒരു യുക്തിവാദിക്ക് പോലും ഇങ്ങനെ ഒരു സിനിമ ചെയ്ത് അതിനെ കളിയാക്കാൻ പറ്റുമോ? തേങ്ങ ഉടക്കി സ്വാമി എന്നാണ് പറയുന്നത്. ഈ സമയത്ത് തല പൊട്ടിത്തെറിക്കും എന്ന് കരുതി അവിടെ എത്ര പേര് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെ ഉണ്ട്? ഉർവശി, അവരൊക്കെ തലയിട്ടോന്നാ നോക്കുന്നത്. ഇന്നസെന്റിന് നിൽപ്പെന്താ ഉള്ള മീൻസ് മുഴുവൻ അതാണ് അല്ലേ, ഇന്നസെന്റിന്റെ നിൽപ്പാട് അല്ലേ, എന്താ നിൽപ്പ്. അതുപോലെ ആ കാലത്തേക്ക് അല്ല പോകുന്നത്. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ചെറുപ്പക്കാരുടെയൊക്കെ ഫോണൊക്കെ നോക്കിയാൽ അതിൻ്റെ മുഖചിത്രം നോക്കുക ദൈവങ്ങളുടെ ആയിരിക്കും. കോളർ ട്യൂൺ നോക്കുക, ഒരു ഹിന്ദുവിൻ്റെ ആണെങ്കിൽ ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ എന്നുള്ള ഗുരുവായൂരപ്പൻ സാധ്യമായിട്ടുള്ള പാട്ടാണ്. അല്ല, ഒരു രക്ഷിക്കണേന്നല്ലേ. ഇനി അപ്പുറത്ത് പോയാൽ യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ കർത്താവെ രക്ഷിക്കണമെന്നല്ലേ. ഇത് പൊതുവെ നമ്മുടെ ആദ്യം ഒന്നും ഇത്രയ്ക്ക് ആളുകൾ ഇതായിരുന്നില്ല. ഇപ്പോൾ ആളുകൾ ഇത്തരം സാധനങ്ങൾ പുറത്തു പറയാനൊന്നും ഒരു മടിയില്ല, കോളർ ട്യൂൺ ഇടാൻ ഒരു മടിയില്ല, ചരട് കെട്ടാൻ മടിയില്ല. പൊതുവെ എല്ലാവരും ഇപ്പോൾ ഒരു ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പിള്ളേരൊക്കെ ഇരുന്നിട്ട് ഈ മൊബൈലിൽ ഇരുന്നിട്ട് ഉണ്ടാവും. പക്ഷെ ഇവർക്കൊക്കെ ഈ പോണ വഴിയിലുള്ള അമ്പലങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ അമ്പലം കാണുമ്പോഴേക്കും ഈ ഇതൊക്കെ നിർത്തി ഇങ്ങനെ എന്തൊക്കെ കാണിക്കുന്നതാണ്. ഭയങ്കരമായിട്ട് അങ്ങനത്തെ ഒരു തലമുറയായതുകൊണ്ടാണ്, അതാണ് സിനിമയും ഇങ്ങനെ ആയി പോകുന്നതിൻ്റെ കാരണം. കാരണം അവരൊക്കെ ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു വല്ലാത്ത ദൈവവിശ്വാസികളാണ്. ദൈവവിശ്വാസികൾ വെച്ചാൽ അമ്പല വിശ്വാസികളാണ്, പള്ളി വിശ്വാസികളാണ്, സ്ഥിരമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. സത്യനന്ദിക്കാട് പോലെയോ പ്രിയദർശൻ പോലെയോ പോലും അല്ല. ഈ ഇടയ്ക്ക് ചോദ്യങ്ങളിലേക്ക് കൂടെ വന്നാൽ കുറച്ചുകൂടെ ഒരു സെക്ഷൻ ഇൻട്രാക്റ്റീവ് ആവും. പിന്നെ കൂടുതൽ സജീവ എന്നെ നോക്കി സംസാരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് കേട്ടോ. കാരണം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് അവരെയും കൂടെയാണെന്നുള്ളതാണ്. ഇടയ്ക്കൊരു മൈക്ക് കൊടുക്കാവോ? കുറച്ച് ചോദ്യങ്ങളിൽ കൂടെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ബലം വരും. ചോദ്യങ്ങൾ എഴുതി കൊടുക്കണമെന്നാണ്. ആണോ? അങ്ങനെയാണോ? നിങ്ങൾക്ക് അത് മറുപടി പറയാൻ കുറച്ച് അല്ല, ഇന്ററാക്റ്റീവ് സെക്ഷൻ ആണെങ്കിൽ കുറച്ചുകൂടെ കുറച്ച് എളുപ്പമാവും. ചോദിക്കുന്നതാണ് കുറച്ചുകൂടെ ഒരു എഴുതാതെ തന്നെ ചോദിക്കാമെന്നാണ് ഏകകണ്ഠമായി പറഞ്ഞിരിക്കുന്നത്. അതെ അതെ അതെ, ചോദിക്കാം. മൈക്ക് കൊടുക്കുവോ? ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ രസമായിരിക്കും. പിന്നെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ആഡ് ചെയ്യാൻ കേട്ടോ. പല ചോദ്യമാണെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇടയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാം. യക്ഷികഥകളാണല്ലോ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ആണല്ലോ ഇപ്പോൾ പറഞ്ഞത്. യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവർ ഈ കഥകളുമായിട്ട് നമ്മൾ എവിടെ കൊണ്ടാണ് എത്തിക്കുന്നത് എന്നാണ് ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മുടെ മനസ്സുകളെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ തന്നെ ഈ യാഥാർത്ഥ്യങ്ങൾ ഓരോരുത്തർ കിടക്കുമ്പോൾ ഇവർ ഈ കഥയും പറഞ്ഞ് നമ്മളെവിടെ കൊണ്ട് എത്തിക്കുന്നു എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. സജീവനാണ് ഇതിൻ്റെ ആള്. അപ്പോൾ ഞാനതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല, ഈ യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം കഥകളൊക്കെ നമുക്ക് വേണ്ടാന്ന അഭിപ്രായം എനിക്കില്ല കേട്ടോ. ഈ കഥകളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉണർത്തുന്ന കഥകളാണ്. നമ്മൾക്ക് എന്തൊക്കെ സങ്കല്പങ്ങൾ സങ്കല്പിക്കാമോ അതൊക്കെ സങ്കല്പിക്കാം. പിന്നെ ഇതിനൊത്തൊക്കെ ഈ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കി കൊണ്ടുവരിക, കുറച്ചുകൂടെ ലോജിക്കലാക്കി അവതരിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഒരു എൻ്റർടൈൻമെൻറ്റ് ആസ്പെക്ട്സിൽ നോക്കുമ്പോൾ ഇപ്പം മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമ ആ ചെയ്യുന്ന കാലഘട്ടത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുമ്പോഴും നമ്മളിപ്പോൾ അതേപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ സയൻറ്റിഫിക്കലായി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് പൊട്ടത്തരങ്ങളുടെ ഘോഷയാത്രയാണ്. പിന്നെ നമ്മളിത് വേറൊരു തരം വായനയാണ് അതിനകത്ത് നടത്തുന്നത്. ആ കഥയെ നമ്മൾ ഇങ്ങനെയല്ല ഇന്ന് കാണുന്നത്. എന്ന് വെച്ചാൽ അയാൾ ഈ പറയുന്ന അയാളുടെ കൂടെ ആ പെണ്ണ് എന്തുകൊണ്ട് രാത്രി കിടക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ അയാളുടെ കൂടെ കിടന്നിട്ടൊരു കാര്യമില്ല എന്നുള്ള ആസ്പെക്റ്റിലാണ് അത് നമുക്ക് സംസാരിക്കേണ്ടി വരും. അപ്പോൾ നോക്കൂ, അത് കാലത്തിനനുസരിച്ച് വായനകൾ മാറി മാറി വന്നാൽ മതി. ആ കൃതി അവിടെ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് ഞാനൊക്കെ മനസ്സിലാക്കുന്നത്. അതേപോലെ യക്ഷിക്കഥകളെ കുറച്ചുകൂടെ നമ്മൾ നന്നാക്കി കൊണ്ടുവന്ന് നല്ല കഥകളാക്കിയാൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല, അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യങ്ങളെന്ന് വെച്ചാൽ സയൻറ്റിഫിക് ടെമ്പറില്ലാത്ത ഒരു സമൂഹത്തിൽ ഇത്തരം കഥകൾ വരിക, ഇതിനൊപ്പം
അതിനുള്ള ബദൽ കഥകൾ ഇല്ലാതിരിക്കുകയും ചെയ്യാം. അതൊരു അപകടകരമായ രീതിയിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ സംശയം. ബദൽ കഥകൾ ഉണ്ടാക്കേണ്ട ആൾക്കാർ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ സജീവനാണ് ഇതിന്റെ കുഴപ്പം. അല്ല, അതല്ല, ഈ നമ്മളെ പോലെയുള്ള നമ്മളൊക്കെ ചെയ്യുന്നത് ഈ പ്രൊപ്പഗൻഡ ഈ ഇതിനുള്ള കഥകളിൽ തന്നെ ഇതേപോലെ ആകർഷിക്കാൻ കഴിയുന്ന, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം സർവമായ ലോക പോലുള്ള കഥകൾ ചെയ്യുമ്പോൾ അതിനേക്കാൾ മുമ്പ് പറഞ്ഞ് നമ്മൾ മിഥുനം, പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ പോലെയുള്ള മുഖ്യധാരയിൽ വന്നുള്ള അതുപോലെയുള്ള തരത്തിലുള്ള ലോജിക്കലായിട്ട് കുറച്ച് അങ്ങനെയുള്ള കോമഡികൾ കൂടി ഉണ്ടായിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇത്തരം സിനിമകൾ വരുന്നതെങ്കിൽ, ഇത്തരം കഥകൾ ഉണ്ടാകുന്നെങ്കിൽ അപകടകരമായിരുന്നേനില്ല എന്നാണ് അദ്ദേഹം. കഥകളുമായി സമീപിക്കാൻ തയ്യാറാണ്. സുഹൃത്തെ, യക്ഷിക്കഥകളും പ്രേതകഥകളും പഴയ കാലത്തെ നായർ നമ്പൂതിരി സംബന്ധത്തിൽ നിന്ന് ഉണ്ടായ ഒരു കഥയാണ്. പഴയ കാലത്ത് രാത്രികാലങ്ങളിൽ ഈ യക്ഷി കാമുകി ആൽത്തറയിൽ സ്വൈരസല്ലാപം നടത്തുന്നതിന് മാറിപ്പോവുകയും അവിടെ കാമുകനായ ആള് വേറെ രൂപത്തിൽ അവിടെ വരികയും ഇത് കണ്ടുപിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു പ്രേതകഥയും മരണാനന്തര കഥയും ഒക്കെ കൊടുത്ത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒളിച്ച് സല്ലാപത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കഥയായിട്ടാണ് ഇത് രൂപപ്പെട്ടിട്ടുള്ളത്. അതിനെ പ്രോത്സാഹിപ്പിക്കുക. ഇത് സിനിമയിലായാലും നാടകത്തിലായാലും ഇത്തരം പ്രേതഭൂത പിശാചുക്കളുടെ കഥകൾ ഉണ്ടാക്കി പടച്ചു വിടുന്നതിന് ചാട്ടയ്ക്കടിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് അന്ധവിശ്വാസം വളർത്തുന്നതിനും ചെറുപ്പക്കാരെയും ദുർബല മനസ്സുള്ളവരെയും വഴിതെറ്റിക്കുന്നതിനും രാഷ്ട്ര പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നതിനും ഇടയാകും. അതുകൊണ്ട് ഇത്തരം കഥകളെ വലിച്ച് ചവറ്റുകൊട്ടയിൽ എറിയേണ്ടതാണ്. ആര് കാശ് മുടക്കി പിടിച്ചാൽ അതിപ്പം ഒരു വരും തലമുറയെ വഴിതെറ്റിക്കുന്ന സ്ഥിതിയിലേക്ക് ഈ യക്ഷിക്കഥകൾ മാറും. അത് മേലിൽ അത്ര ഉണ്ടാകാൻ പ്രോത്സാഹനം നമ്മൾ കൊടുക്കാൻ പാടില്ല. അത് വെറും പ്രേത കഥകളും മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ ഉപദ്രവിക്കാൻ പറ്റുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ ആരും ഒന്നും ചെയ്യില്ല. ഒരു പ്രേതത്തിനും ഒരു ശക്തിയും ഇല്ല. അത് മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലാതെ നമ്മൾ പ്രേതമായി കഴിഞ്ഞാൽ നമ്മളെ ഉപദ്രവിക്കും. പേടിപ്പിക്കുക, മനുഷ്യനെ ഭയപ്പെടുത്തി അടക്കി ഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മതത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ് ഈ പ്രേതകളും യക്ഷിയും ഗന്ധർവനുമൊക്കെ. പ്രേതം കാമുകി യക്ഷിയും കാമുകൻ ഗന്ധർവനുമായിട്ട് ഗന്ധർവ പ്രേമം, അതായത് നമ്പൂതിരി നായർ സംബന്ധത്തിനുള്ള ഒരു അവകാശം സൗകര്യം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഥകളെ നമ്മളിതിപ്പോൾ കഥാപരമായിട്ട് ദുർബല മനസ്സുകളെ ആവേശം കൊള്ളിക്കാൻ സൃഷ്ടിക്കുന്നതാണ്. ഇത് അന്ധവിശ്വാസമാണ്. യുക്തിവാദികൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഒരിക്കലും ചെറുപ്പക്കാരെ ഇത് കാണാൻ, ഇങ്ങനെയുള്ള കഥകൾ കാണാൻ പ്രേരിപ്പിക്കരുത്. അത് സൃഷ്ടിക്കുന്ന പൈസ മുടക്കി പൈസ പിടിച്ച് ആദായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കരുത്. യക്ഷിക്കഥകളുടെ കഥയും പ്രേതകഥകളും സമൂഹത്തിൽ നിന്ന് വലിച്ചെറിയേണ്ടതാണ്. ഇത് നമ്മളേതൊരു ഓപ്പൺ സൊസൈറ്റിയാണ്. നമ്മളത് ആദ്യം മനസ്സിലാക്കണം. നമുക്ക് ഒന്നിനും തടയാൻ കഴിയില്ല. നിരോധിക്കാനൊന്നും പറ്റുന്ന സംഭവങ്ങളല്ല ഇതൊന്നും. നമുക്കിതിന് ബദലായിട്ട് സയൻറ്റിഫിക് ടെമ്പർ പ്രചരിപ്പിക്കാമെന്ന് മാത്രമേ നമുക്കിതിൽ കഴിയുള്ളൂ. ഇത് നമ്മുടേത് ഓപ്പൺ സൊസൈറ്റിയാണ്. അങ്ങനെ നമുക്ക് ചിലതിനെ നിരോധിക്കാനും അങ്ങനെയൊന്നും കഴിയില്ല. സാധ്യമാവുന്ന കാലമേ അല്ല ഇത് നമുക്ക് അതിനിപ്പോൾ ചിന്തിക്കേണ്ട. പിന്നെ നമുക്ക് ധാർമ്മികമായി രോഷം കൊള്ളാമെന്ന് മാത്രം, അല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നു. തീർച്ചയായിട്ടും ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ക്രിയേറ്റിവിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള ഏത് ഇത്തരത്തിലുള്ള ഒരു റെസ്ട്രിക്ഷനും അത് തിരിച്ചടിയായിട്ടുള്ളതേ ഉള്ളൂ. ലോകത്തെ എന്ത് തരത്തിലുള്ള റെസ്ട്രിക്ഷൻ നമ്മൾ ഈ ക്രിയേറ്റിവിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ടോ അതെല്ലാം ഭരണകൂടം പിൽക്കാലഘട്ടത്തിൽ നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ടും നമ്മളെ ഒതുക്കാൻ വേണ്ടിയിട്ടും നമ്മളെ അവകാശങ്ങളെ ഹനിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ചരിത്രം മാത്രമേ ലോകത്തിനുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ സൂക്ഷ്മമായി പുലർത്തേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളും അതേ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ നോളജ് ഓടുകൂടി ഇല്ലെങ്കിൽ അത്രയും സയൻറ്റിഫിക്കായിട്ട് അതിനെ നേരിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വഴി. അല്ലാതെ ഏതെങ്കിലും ഒരു കാര്യത്തിനെ നമുക്ക് നിരോധിക്കുക ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് വരുത്തുക പാടാണ്. നമ്മൾ അറിവ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക, വേറെ വഴിയൊന്നുമില്ല.
ശരി, നമുക്ക് വേഗം തീർക്കേണ്ടതുണ്ട്. 2 ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. 2 പേർക്കും കൂടി മൈക്ക് കൊടുക്കാം. ആയിക്കോട്ടെ. സിനിമ മറ്റുള്ള മാധ്യമങ്ങളെ പോലെ തന്നെ വളരെ നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു മാധ്യമമാണ്. സത്യൻ അന്തിക്കാട് സ്വയം നല്ലൊരു നിരീശ്വരവാദിയായിട്ട്, സജീവൻ അന്തിക്കാട് സോറി നല്ലൊരു നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഈ യക്ഷിയും അല്ലെങ്കിൽ പ്രേതമോ അല്ലെങ്കിൽ ദൈവമോ ഒക്കെ ഇങ്ങനെ പരോക്ഷമായിട്ട് സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവരുന്നതിന് പകരം നിരീശ്വരവാദം ഒരു സെൻട്രൽ തീമായിട്ട് എടുത്തുകൊണ്ട് വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു പടം ഉണ്ടാക്കി ആ പടം കാണുകയാണെങ്കിൽ ഒരു പകുതി പേരെങ്കിലും ഒരു പകുതി നിരീശ്വരവാദിയെങ്കിലും ആയി മാറത്തക്ക വിധത്തിൽ അങ്ങനത്തെ ഒരു സിനിമ എന്തുകൊണ്ട് ഇതുവരെ വന്നിട്ടില്ല? ഇനി വരാൻ സാധ്യതയുണ്ടോ? നമുക്ക് ഇനി അത് വരണം ആലോചിക്കാം, സമയമുണ്ടല്ലോ. സജീവൻ സാറിന്റെ പടം കണ്ടു. പ്രഭുവിന്റെ മക്കൾ സജീവൻ അന്തിക്കാട് ചെയ്ത പടമാണ് അത്. അതുണ്ടാക്കിയ മാറ്റം എന്ന് പറയുന്നത് ടോവിനോ എന്ന് പറയുന്ന ഒരു സ്റ്റാറിനെ തന്നു, അല്ലാതെ ഈ പറയുന്ന മാറ്റമൊന്നും പടം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അത് ഈ PK ആണെങ്കിൽ ഒരു പക്ഷേ PK കുറിച്ച് നമ്മളിത് സജീവന്റെ പ്രഭുവിന്റെ മക്കളെ കുറിച്ച് സംസാരിക്കും, നമ്മളെപ്പോഴും PK കുറിച്ച് സംസാരിക്കും. പക്ഷെ PK എടുത്തിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് ഒരു അധികം അഗ്രസീവ് ആവാതെ, അധികം ആക്രമിക്കാതെ, എന്നാൽ കളിയാക്കാനുള്ള ആ അന്ധതയുടെ കുറേ മുഖങ്ങളെ കളിയാക്കിക്കൊണ്ട്, എന്നാൽ ദൈവത്തെ മാത്രം അവസാനം കൊണ്ടുപോയിട്ട് ഒരു സ്പേസിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അത്യാവശ്യം മര്യാദയ്ക്ക് വിട്ടുകളയുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ വിമർശിക്കാനുള്ള കൂടുതൽ വിമർശിക്കാൻ പറ്റും. അത്തരം ടൂൾസാണ് പലപ്പോഴും കമേഴ്സ്യലൈസ് ചെയ്യാൻ പറ്റുക, അതേ കൂടുതൽ പേരിലേക്ക് സ്പ്രെഡ് ആവുള്ളൂ. ഇല്ലെങ്കിൽ ഈ പ്രഭുവൻ മക്കൾ പോലെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വർത്താനം പറയുമ്പോൾ സജീവന്റെ സിനിമയെ കുറിച്ച് പറയുമെന്നല്ലാതെ ഒരു കോമൺ ടോക്കിലേക്ക് ഇത് വരില്ല. കുറച്ച് ക്ലിപ്സ് വന്നിട്ടുണ്ടായിരുന്നു, അത് കുറേയൊക്കെ പോയിട്ടുണ്ട്. കുറച്ച് ശരിക്കും എത്തീസം പറയുന്ന കുറെ ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായില്ലേ? ജോസ് പറയും. ഹലോ, അത് നിങ്ങൾ സംസാരിച്ചത് വളരെ സുന്ദരമായിട്ടുണ്ട്. നമ്മളെ പ്രേതങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. യക്ഷിയും സ്വപ്നാടനവും കൂടി ഒന്ന് പറയണം. യക്ഷിയിലെ യക്ഷി ഉണ്ടല്ലോ, അതുപോലെ സ്വപ്നാടനത്തിൽ ഇതേപോലെ ഉള്ള ചലനങ്ങളുണ്ട്. അപ്പം നമ്മുടെ മലയാള സിനിമയിലെ പ്രേതങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. പ്രേതങ്ങളുടെ അത്രയ്ക്ക് മനുഷ്യർ പുരോഗമിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താ ജോസ് പറയൂ? സജീവൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഫോക്ലോറുകൾ തന്നെയാണ് ഇതിൻ്റെ എല്ലാ ഭയത്തിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുണ്ടായി. അത് വളരെ ശരിയാണ്. പക്ഷേ ഫോക്ലോറുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ കാണുന്നതല്ല കേരളത്തിന് വെളിയിൽ, ഇപ്പോൾ ഇന്ത്യയിൽ കാണുന്നതല്ല വിദേശത്ത്. ഇപ്പോൾ നമ്മളൊരു പഴയ സിനിമ ചിലപ്പോൾ ഓർമ്മയുണ്ടാവും, കുറുക്കൻ രാജാവായി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, ഒരു കോമഡി സിനിമയാണ്. അതിനകത്ത് തോണിയിൽ വെച്ച് മുകേഷ് അങ്ങനെ ആരൊക്കെയുണ്ട്, അവർ ക്രോസ് ചെയ്യുമ്പോൾ തോണിയിൽ അവിടുത്തെ ഒരു ലോക്കൽ പ്രേതം ആ തോണിയിൽ വരുന്നപ്പോൾ യാത്ര ചെയ്യുന്നതായിട്ട് കണ്ടപ്പോൾ ഈ മുകേഷ് പെട്ടെന്ന് പങ്കായ എടുത്ത് ഇങ്ങനെ ക്രോസ് ചെയ്ത് കാണിക്കുകയാണ്. എന്നിട്ട് പ്രേതത്തിന് ഇത് മനസ്സിലാവണില്ല, കാരണം പ്രേതം ഹിന്ദു പ്രേതമാണ്. അപ്പോൾ പ്രേതം പറയാ, ഇത് കുരിശില്ലേ, കുരിശ് കണ്ടാൽ ഞാൻ പേടിക്കില്ല, കാരണം ഞാൻ ഹിന്ദു പ്രേതമാണ്. ആട്ടെ, മന്ത്രം വല്ലതും അറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ മലയാള സിനിമകളിൽ എപ്പോഴും ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല നിരീശ്വരവാദം തന്നെയാണ് അവരവിടെ നല്ല സയന്റിഫിക് ടെമ്പറുള്ളൊരു ആശയം ഒരു സ്പൂഫിലൂടെ അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ അങ്ങനെയുള്ള സിനിമ പാടില്ല, ഇങ്ങനെയുള്ള സിനിമ പാടില്ല, അങ്ങനെ ഒരു അഭിപ്രായമൊന്നും നമ്മൾ എടുക്കാൻ പറ്റില്ല. കാരണം ആഫ്റ്റർ ഓൾ ഇതൊരു കമേഴ്ഷ്യൽ മീഡിയയാണ്, എൻ്റർടൈൻമെൻറ്റ് മീഡിയയാണ്. അതിലെല്ലാ തരത്തിലുള്ള സാധനങ്ങളും നമ്മൾ സ്വീകരിക്കണം. അല്ല അങ്ങനെയുള്ള സിനിമകൾ എടുത്തുകൊണ്ട് ഒരിക്കലും അല്ല ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിന് ഇപ്പോൾ പറഞ്ഞ പോലെ ഉണ്ടായിട്ടുള്ള പോരായ്മകളൊന്നും സിനിമ മാത്രം കൊണ്ട് സംഭവിച്ചതല്ല. ചില സിനിമകളിൽ ചില ആൾക്കാരത് എടുക്കുന്ന രീതി കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഇതിനെക്കുറിച്ച് സജീവൻ എന്താണ് പറയാനുള്ളത്? അതായത് ഈ ഫോക്ലോറുകളാണ് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ മൂവി എന്ന് പറയുമ്പോൾ ഈ രീതിയിലുള്ള മൂവി എടുക്കാൻ പാടുള്ളൂ. എന്തായാലും കമേഴ്സ്യൽ വിജയിക്കുന്നതല്ലേ മൂവി ജനങ്ങളിലേക്ക് എത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഫോക്ലോറിനെ ചേർത്തപ്പോൾ സിനിമയ്ക്ക് കുറച്ചുകൂടി ആകർഷണീയത കൂടിയെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഫോക്ലോർ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ലോക്കൽ മെമ്മറിയാണ്. മനുഷ്യരുടെ നിങ്ങൾക്കൊരു പക്ഷേ എവിഡൻസ് കിട്ടില്ല, പക്ഷെ പരമ്പരാഗതമായി കൈമാറി വരുന്ന മെമ്മറിയാണ്, ലോക്കൽ മെമ്മറിയാണ് ഈ ഫോക്ലോർ. നമ്മൾ പലരും വിമർശിക്കാറുള്ളൊരു കാര്യമുണ്ട്, ഈ മുലച്ചിപ്പറമ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയുണ്ടല്ലോ.
എന്തെന്നാ ഇതിന് പേര്, നങ്ങേലിക്കിനെ തെളിവില്ല എന്ന് പറയും. പക്ഷേ അവിടെ വരുന്നത് ജാതിയും ഐത്തവും നിലനിന്നിരുന്ന ഒരു കാലത്തെ പറ്റിയിട്ടുള്ള ഒരു അടയാളപ്പെടുത്തലാണ്. അതിൻ്റെ ഒരു ലോക്കൽ മെമ്മറിയാണ് നിൽക്കുന്നത്. അതുപോലെ എല്ലാ ഫോക്ലോറുകൾക്ക് പിന്നിലും മിത്തുകൾക്ക് പിന്നിലും ലോക്കൽ മെമ്മറി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനെ മുഴുവൻ ഒഴിവാക്കാനല്ല പറയുന്നത്, അത് വെച്ച് സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയ്ക്ക് കുറേയും കൂടിയും ആകർഷണീയത കൂടുകയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു വെച്ചത്. അത്തരം സിനിമകൾ ഇവിടെ ഉണ്ടാവുക ചെയ്യും. നമ്മളതിനെ ഒരിക്കലും നമുക്ക്, കാരണം ക്രിയേറ്റിവിറ്റിയാണ് അവിടെ വരുന്നത്. അതുപോലെ ഇതിന്റെ ഒരു കമേഴ്സ്യൽ വാല്യൂ കൂടുന്നത് ഏകദേശം ഇപ്പോൾ കാന്താര വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇൻഡസ്ട്രിയിൽ ഇത്രയും പടങ്ങൾ വരില്ലായിരുന്നു. കാന്താര അപ്പൊ കാന്താര വന്നപ്പോൾ കാന്താര പോലൊരു എലമെന്റ് നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ ഉള്ള സാധനം ഒരു അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന് അത് കമേഴ്സ്യലൈസ് ചെയ്ത് ഇവിടെ പണം വാരിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ അതിനേക്കാൾ എത്രയോ സംഗതികൾ ഇരിപ്പുണ്ട്, നമുക്കെടുത്ത് അടിച്ചാൽ പോരെ എന്ന് പറയുന്ന ഒരു ചിന്ത വരും. ആ ടോക്ക് ശരിക്കും നല്ലതാണ്. നമ്മുടെ കയ്യിൽ ഒത്തിരി ഉണ്ട്, ഇനിയും ഉണ്ട് നമുക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള കഥകൾ പറയാൻ. ഇതിനകത്തൊക്കെ ഇതിൻ്റെയൊക്കെ ധാർമ്മികത അവരവരുടെ ധാർമ്മികതയ്ക്ക് അനുസരിച്ച് മാറിപ്പോവാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്ന എന്ത് സാധനമാണെങ്കിലും എക്സിസ്റ്റ് ചെയ്യും, അത് എക്സിസ്റ്റ് ചെയ്യണം, അല്ലാതെ നമുക്ക് കമേഴ്സ്യലൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ എലമെന്റ്സ് ഒക്കെ ഈ പറഞ്ഞില്ലേ, ഈ ഇപ്പോൾ നമ്മൾ മണിച്ചിത്രത്താഴ് ഏറ്റവും നല്ല സിനിമകളുടെ ഗണത്തിൽപ്പെടുന്ന ഒരു സിനിമയായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ, അന്ധവിശ്വാസങ്ങൾ, മെഡിക്കൽ ടേംസിനെ കുറിച്ചുള്ള ഇപ്പൊ തന്നെ ആധുനിക കാലഘട്ടത്തിലെ പിള്ളേർ ഡിപ്രഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നില്ലേ, ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ക്ലിനിക്കൽ വേർഡാണ്. ആ വേർഡ് ശരിക്കും മൂഡ് ഓഫ് വരുമ്പോൾ പിള്ളേർ പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ ആ നോളജ് ഇല്ലായ്മയെ നമ്മൾ എങ്ങനെ നേരിടണം? അപ്പോൾ ഈ സിനിമയുടെ യക്ഷിയുടെ പ്രശ്നമല്ല അത്. ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ക്ലിനിക്കൽ വാക്കിനെ നമ്മൾ കൊണ്ടുവന്ന് മൂഡ് ഓഫ് വരുമ്പോൾ നമ്മൾ പ്രയോഗിക്കുക, പിള്ളേർ പ്രയോഗിക്കുക, അയ്യോ ഞാൻ ഡിപ്രഷനിലാണ്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ മരുന്ന് കഴിക്കേണ്ട അസുഖം, അത് അസുഖമാണ്, അത് ഭയങ്കര പ്രോബ്ലം ഉള്ളൊരു മാറ്റിയെടുക്കേണ്ട ഒരു കണ്ടീഷനാണത്. പക്ഷേ ഇവിടെ നമ്മൾ മൂഡ് ഓഫ് അതങ്ങ് മാറിക്കോളും അത്യാവശ്യം. അപ്പോൾ അവിടെ അതിനെ ഉപയോഗിക്കുമ്പോൾ, ആധുനിക പിള്ളേർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഈ അന്ധവിശ്വാസത്തെ എങ്ങനെ മാറ്റിയെടുക്കുമെന്ന് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. യക്ഷിയൊക്കെ മാറിക്കഴിഞ്ഞു. യക്ഷി ഈ പറയുന്ന പോലെ സജീവൻ പറഞ്ഞതുപോലെ വൈദ്യുതി വന്ന സമയത്ത് തന്നെ നമ്മൾ ഒരുമാതിരിപ്പെട്ട യക്ഷികളെയൊക്കെ തുടച്ചു മാറ്റി. ഇനിയിപ്പോ ആത്മാവ് പ്രേതം മതവുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞല്ലോ, ഭാരത യക്ഷിതൻ ഭാവശുദ്ധി പോയി, അത് പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് പ്രൊഡക്റ്റ് പുതുതാക്കി കൊടുക്കുകയാണ്, ആളെ സെല്ല് ചെയ്യാണ്. ഇതിൽ സെല്ലിംഗ് പോയിന്റ് ആത്മാവാണ്. ആത്മാവിലുള്ള വിശ്വാസം പോവാത്തോടത്തോളം കാലം ഒരിക്കലും യക്ഷിയും പോകാൻ പോകുന്നില്ല, ചാത്തനും പോകാൻ പോകുന്നില്ല. ഇതാണ് ബേസിക് സാധനമെന്ന് ഞാൻ കരുതുന്നു. കുറേ കൊമേഴ്സ്യൽ ഹിറ്റുകൾ ഉണ്ടാവത്തെ, ഇൻഡസ്ട്രി രക്ഷപ്പെടുത്തേ എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഓക്കെ, എല്ലാവർക്കും നന്ദി. സജീവൻ അന്തിക്കാടിന് മെമൻറ്റോ നൽകുന്നതിനായി യുക്തിവാദ പഠന കേന്ദ്രം മെമ്പർ അനിൽ KPA സാദരം ക്ഷണിക്കുന്നു. PR രജനീഷിന് മെമൻറ്റോ നൽകുന്നതിനായി സതീശൻ KA യുക്തിവാദ പഠന കേന്ദ്രം മെമ്പറെ ക്ഷണിക്കുന്നു.